Lord. Hallelujah. He is used to speaking in Malayalam. I will be translating for him. And we hope to close at the usual time of the church, 12:30. And if any of you feel led to be prayed over by him, please stay back. He will do that. He will find time. കർത്താവിൻ്റെ ധന്യനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. Glory to the Lord Jesus Christ and his name. എനിക്ക് കഴിഞ്ഞ 2-3 ദിവസക്കാലം ഇവിടെ ശുശ്രൂഷിപ്പാൻ ദൈവം ഭാഗ്യം നൽകി. The Lord gave me an opportunity, a blessing to be in your midst and minister. ഈ സഭയിൽ ശുശ്രൂഷിപ്പാൻ ഒരു അവസരം ലഭിച്ചതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. I thank the Lord that he gave me an opportunity to minister in this church. ദൈവത്തെയും ദൈവത്തിന്റെ ദാസന്മാരെയും അഭിഷിക്തന്മാരെയും സ്നേഹിക്കുന്ന ഒരു സഭയെ ഇവിടെ ദൈവം നൽകിയതോർത്ത് ഞാൻ കർത്താവിനെ മഹത്വമർപ്പിക്കുന്നു. I thank the Lord that he has given a church that honors servants of God and respects them. ഞാൻ ശരിക്കും തിരിച്ചറിയുന്നു ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ അഭിഷിക്തന്മാരെയും ദൈവത്തിന്റെ ജനത്തെയും നന്നായി സ്നേഹിക്കുന്നവരാണ്. I really recognize that this church honors servants of God and respects them. ഇത്രമാത്രം സന്തോഷത്തോടു കൂടെ ഈ സ്ഥലത്ത് ആരാധിക്കുവാനും കർത്താവിന് വേണ്ടി വേർതിരിയുവാനും ദൈവം നിങ്ങളെ നിർത്തിയത് ദൈവത്തിന്റെ മഹാകരുണയാണ്. It is a great mercy of God that in this place God has separated all of you to worship him at a time like this. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തികളെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്താണ് ദൈവത്തിന്റെ ആലോചന പറയുന്നത്. God gives his counsel to different people knowing their status and their personality. ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും എൻ്റെ യേശുവിനെ നന്നായിട്ട് അറിയാം. My Jesus knows every person who is here this morning. നമ്മൾ ഇരിക്കുന്നതും നടക്കുന്നതും ഒക്കെ യേശുവിനെ അറിയാം. Jesus knows our walking, our sitting up and our standing up. നമ്മുടെ ഹൃദയത്തിലെ നിരൂപണം യേശുവിനെ അറിയാം. Jesus knows the thoughts of our hearts. അതുകൊണ്ട് തന്നെ യേശുവിന് നമ്മളെ നന്നായി പരിചയമുണ്ട്. So Jesus knows us very well. നമ്മൾ പരിചയമില്ലാത്തവരാണെങ്കിലും യേശുവിന്റെ മുമ്പാകെ നമ്മൾ നിൽക്കുമ്പോൾ യേശുവിന് നമ്മൾ എല്ലാവരും നന്നായിട്ട് അറിയാം. Even if we may not know each other, Jesus knows every one of us. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ ഇടപെട്ടത് എനിക്കറിയാം. I know the Holy Spirit touched many of you last days. ഞാൻ നിങ്ങളിൽ പല ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. I'm still praying for many of you. പ്രത്യേകിച്ച് കഴിഞ്ഞ രാത്രി ഞാൻ സന്ദർശിച്ച് പ്രാർത്ഥിച്ച സജിന് വേണ്ടി ഞാൻ വളരെ ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട്. I'm praying very powerfully for dear Sajin, whose house I visited yesterday. ദൈവത്തിന്റെ പ്രവൃത്തി അവൻ വെളിപ്പെട്ട് കാണുമെന്ന് സഭയായി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. We must consistently pray and see that the power of God is manifested in him. ഞാൻ ഇന്ന് രാവിലെ തന്നെ എൻ്റെ നാട്ടിലുള്ള സഭയിലും വിളിച്ച് ആ വിഷയം അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരും അവിടെ സ്ഥലങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. In my church also I called them and asked them to pray for dear brother Sajin. They are also praying. ഈ കർത്താവിനെ ആരാധിക്കുന്ന വിശുദ്ധ ആരാധനയിൽ ഒരുമിച്ച് കൂടുമ്പോൾ എനിക്ക് ചില സന്ദേശം നിങ്ങളോട് പങ്കുവെക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. I trust in the Lord to share some things to you this morning. ഞാൻ കർത്താവിന്റെ ദാസന് അർപ്പിച്ചതുപോലെ ഇടുക്കിയിൽ കേരളത്തിലെ ഇടുക്കി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. I am staying in a place called Idukki in Kerala in India. അതെ, ഇന്ത്യയിലെ ഒരു തരത്തിൽ പറഞ്ഞാൽ മലയോര പ്രദേശമാണ് ഇടുക്കി ജില്ല എന്ന് പറയുന്നത്. There is a mountainous region in Kerala which is Idukki. മിക്കവാറും ഒരുപാട് നല്ലതും ചീത്തയുമായ വാർത്തകൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്തു വരാറുണ്ട്. Many different kinds of news, good and bad, come out of our land. അതെ, ഒത്തിരി ദുർഘടങ്ങളായ മേഖലകളിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന സന്ദർഭങ്ങളിൽ എനിക്ക് ആ സ്ഥലം തിരഞ്ഞെടുത്ത് കർത്താവ് നൽകിയതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. I thank the Lord for giving me such a difficult place. It is very difficult to go there and come back from there. മിക്കവാറും വളർന്ന നാടായതുകൊണ്ട് നാടിന്റെ മുഴുവൻ തരംഗങ്ങളും എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ആ സ്ഥലത്ത് നിൽക്കുന്നത്. I am standing there from the time I was born in that place, so I know the heartbeat of that place. വ്യക്തിപരമായി ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും മലയോര മണ്ണിൽ വേല ചെയ്യുവാൻ ആളുകളെ അധികം ലഭിക്കാത്തത് കൊണ്ട് ആ സ്ഥലത്ത് നിൽക്കുവാൻ ഞാൻ ദൈവത്തോട് ഉടമ്പടി ചെയ്തു. Even when me and my family, we have different desires and needs, because we don't get many people to work there in that difficult place, we stand there in the grace of God. ആ സ്ഥലത്ത് വേല ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞതനുസരിച്ച് അതെ മറ്റൊരു മനുഷ്യനെയും നോക്കാതെ ശക്തമായി വേലയ്ക്ക് വേണ്ടി സമർപ്പണത്തോടെ ഇറങ്ങി. I went into that place and stood there as the Lord told me, not looking at any man but according to what the Lord has told. ഞാൻ ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിൽ പലതരത്തിലുള്ള തൊഴിലുകളും അതോടൊപ്പം തന്നെ കലാപരമായ ജീവിതങ്ങളിലും ഒഴുകിയ ഒരു വ്യക്തിയാണ്. Before I was born again, I had got involved in different kinds of activities in my life. അതെ, ഞാൻ വാഹിനി തിയേറ്റേഴ്സ് എന്ന് പറയുന്ന നാടക സമിതിയിലെ കോമഡി ആർട്ടിസ്റ്റ് ആയിട്ട് 2 വർഷം വർക്ക് ചെയ്തു. I was a comedy artist in a theater called Wahini Theatres. അതിനുശേഷം പത്രപ്രവർത്തകനായി മാധ്യമം എന്ന പത്രത്തിന്റെ ഇടുക്കി റിപ്പോർട്ടറായിട്ട് പ്രവർത്തിച്ചു. I was a reporter of a newspaper called Madhyamam, means medium in English, in Idukki. അതുപോലെ തന്നെ ലേഔട്ട് ആർട്ടിസ്റ്റ് ആയിട്ട് കൊമേഴ്സ്യൽ ആർട്ട് കമ്പനിയിൽ ഞാൻ ജോലി ചെയ്തു. I was a layout commercial artist in a company. എനിക്ക് ഇപ്പോഴും ഈ ജോലികളെല്ലാം ചെയ്യാൻ അറിയാം. Even now I'm good in all these things. ഇപ്പോഴും എനിക്ക് വേണമെങ്കിൽ ചിരിപ്പിക്കാൻ അറിയാം. I still know how to make you laugh.
പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എൻ്റെ യേശു തമ്പുരാൻ ഈ ഒരു വസ്തുതകളൊക്കെ എൻ്റെ ജീവിതത്തിൽ നൽകിയപ്പോഴും യേശുവിന് വേണ്ടി ജീവിക്കാനുള്ള താല്പര്യം എൻ്റെ അകത്ത് വന്നപ്പോൾ അനേകരെ യേശുവിലേക്ക് നേടണമെന്നുള്ള ആഗ്രഹം എൻ്റെ അകത്തുണ്ടായി. Even when I was good in all these things, when I was born again, I had a long desire to bring other people to the Lord. കർത്തൃവേലയ്ക്ക് വേണ്ടി പുറപ്പെട്ടപ്പോൾ ഞാൻ ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്തു. I decided to enter into a covenant with God to go for the ministry of the Lord. ദൈവമേ, ഈ ജോലികളെല്ലാം ചെയ്യാൻ എനിക്കറിയാം. Lord, I know how to do all these things. പക്ഷേ അങ്ങയുടെ വചനവുമായിട്ട് ഞാൻ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ But when I go to the world with your word, എനിക്ക് വേറെ ഒന്നും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. I desire to do nothing else. ഈ പുസ്തകം കൊണ്ട് ഞാൻ പ്രസംഗിക്കും, ഇതുകൊണ്ട് ഞാൻ ജീവിക്കും. I will preach with the word and I will live with the word. ഹല്ലേലൂയ. Hallelujah. ഒരുപക്ഷെ ആളുകൾ എന്നെ തുറച്ചു നോക്കിയിട്ടുണ്ട്, പാസ്റ്ററെ ഒരു ജോലിയും ചെയ്യാതെ ജീവിക്കുന്ന നിങ്ങളെ പോലെ മടിയന്മാർ ഈ ലോകത്തിലുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. Maybe people will criticize me. You guys are lazy. You don't do any other job and you are preaching the gospel. ഞാൻ പറയാ, അങ്ങനെയുള്ളവരോട് നിങ്ങളോടൊന്നും ഞാൻ ചോദിക്കുന്നില്ല, ഞാൻ കർത്താവുമായിട്ടാണ് ബന്ധം. Hallelujah. To such people I say, I never come to you with a begging bowl. All my requests are known to God. കർത്താവ് ഇന്ന് വരെ എല്ലാം അതിശയകരമായി നടത്തി. Even till this moment, God has taken care of my things. ഒന്നിലും ഒരു മുടക്കം വരുത്തിയില്ല. He has not brought a problem for me in anything. അത് കണ്ട് മനസ്സിലാക്കി എനിക്ക് ഇനി പുസ്തകം വിട്ട് പുറകോട്ട് പോകാൻ പറ്റിയില്ല. Having seen that, I cannot go from the book again. ഹല്ലേലൂയ. Hallelujah. എനിക്ക് ഒരു നിർവാഹവും ഇല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ മുടി വെട്ടാനും അറിയാം. If I don't have any money, I can't do anything. I even know how to cut my own hair. അത് സെമിനാരി പഠിച്ചപ്പോ തന്നെ പഠിച്ചതാ. I learned it in the seminary by myself. പുറത്തു പോയി മുടി വെട്ടാൻ സമയമില്ലാത്ത വരുമ്പോ കൂട്ടുകാരെല്ലാം കൂടെ മുടി വെട്ടാൻ എൻ്റെ അടുക്ക വരും. ഞാൻ മുടി വെട്ടി എന്റെ കൈ തഴമ്പുണ്ടായി, അങ്ങനെ മുടി വെട്ടാൻ In the പഠിച്ചതാ. seminary, when people could not go out, they would come to me and I would cut their hair for them. എന്ന് And I became an expert. പറഞ്ഞ ഒരു സാഹചര്യത്തിലും വരുമാന മാർഗം ഇല്ലാതെ വന്ന വേണമെങ്കിൽ മുടി വെട്ടാനും അറിയാം. എന്നാൽ എൻ്റെ യേശുവിനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഈ പുസ്തകം കൊണ്ട് മാത്രം ജീവിക്കും. Even if I am pushed to the extent I know how to live, but I told my Jesus, Lord, I will live with this. അങ്ങനെ ഒരു ജീവിതം കർത്താവ് എനിക്ക് തന്നപ്പോ ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഒരു വേദാധ്യാപകനായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ദൈവം എന്നോട് പറഞ്ഞു, അതെ നിനക്ക് ഒരാത്മാവെങ്കിലും സ്വന്തമായിട്ടുണ്ടോന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചു. Once the Lord asked me, do you have even one soul to say it is yours? അത് എന്റെ മനസ്സിന് വല്ലാത്ത വേദന ഉണ്ടാക്കി. That brought a lot of pain into my heart. ഞാൻ ഒരുപാട് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചവർ ദൈവവേലയിൽ പാസ്റ്റേഴ്സായി സുവിശേഷകരായിട്ട് മാറി. Many people I taught, they have become pastors today. ഞാൻ ഇവാഞ്ചലിസം എന്ന ക്ലാസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൗലോസ് തന്റെ അനുഭവത്തിൽ നിന്ന് പഠിപ്പിച്ചു എന്നൊരു ഭാഗമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. When I teach evangelism, I take a part that is an experience of the great Saint Paul. ആ സമയത്ത് ദൈവാത്മാവ് എന്നോട് തന്നെ ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടോ? At that time, the Lord told me, do you have any experience yourself? ഞാൻ എന്റെ പുസ്തകം മടക്കി. I folded my Bible. ഞാൻ സ്റ്റുഡൻസിന് അസൈൻമെന്റ് കൊടുത്തിട്ട് ഞാൻ അകത്തെ മുറിയിൽ പോയിരുന്ന് കരയാൻ തുടങ്ങി. I started giving assignment to my students, but I went inside and started to cry. എനിക്ക് നാണം തോന്നി. I felt ashamed. എനിക്ക് തോന്നി, ഒരാത്മാവിനെ പോലും നേടാതെ ഞാനൊരു സുവിശേഷീകരണം എന്ന വിഷയം എങ്ങനെ പഠിപ്പിക്കും? How can I teach evangelism when I have not even won one soul? അന്ന് മുതൽ എൻ്റെ ഹൃദയത്തിനകത്തൊരു വേദന തുടങ്ങി. From that day, a pain began to come into my heart. ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ അതിന് തൊട്ടടുത്ത ദിവസം എനിക്ക് ബോംബെയിലെ VT ചർച്ചിൽ ഒരു പ്രസംഗത്തിന് വേണ്ടി എന്നെ വിളിച്ചു. The next day, I was invited into a church in VT, Bombay, Mumbai, to teach. ഞാൻ ആ കൺവെൻഷനിൽ പ്രസംഗിച്ച് കഴിഞ്ഞതിന് ശേഷം നിരനിരയായിരുന്ന ദൈവദാസന്മാരെ എന്നെ പരിചയപ്പെടാൻ എൻ്റെ അടുക്കൽ വന്നു. After preaching in the convention, the servants of God came to be introduced to me. ഞാൻ ആ ദൈവദാസന്മാരുമായി കൈ കൊടുത്തപ്പോൾ ഒന്ന് രണ്ട് പേര് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. When I was giving my hand to them, some of the people were waiting for me. എന്നോട് ചോദിച്ചു, എന്നെ അറിയോ എന്ന് ചോദിച്ചു ഒരാൾ. I said, do you know me? വേറൊരാൾ അടുത്ത് എന്നെ അറിയോ എന്ന് ചോദിച്ചു. Another person came, do you know me? 10-15 വർഷം മുമ്പ് അവർ ദൈവവചനം പഠിപ്പിച്ചതാണ്. Some 10-15 years ago, I taught them the word of God. എനിക്ക് അവരെ മനസ്സിലായില്ല. I did not recognize them. ശരീരപ്രകൃതി മാറ്റം ഉണ്ടായി. They had changed so much in their bodies. അവർ നല്ല ശുശ്രൂഷകന്മാരായിട്ട് മാറി. They were very good ministers. എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന ആളുകളാണെന്ന് പറഞ്ഞ് ഒരാളിപ്പോൾ അബുദാബിയിൽ പാസ്റ്റർ ആയിട്ടുണ്ട്. One of them was a pastor now in Abu Dhabi. They came and introduced. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലുണ്ട്. One man is still in North India. പല ആളുകളെയും എനിക്ക് അവിടെ പരിചയപ്പെടാൻ കഴിഞ്ഞു. I knew many people there. ഞാൻ അവരോടെല്ലാം സംസാരിച്ചു, എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങൾ? I talked to them and asked them, how is your work? എങ്ങനെയുണ്ട് നിങ്ങളുടെ വേല? How is your ministry? ഉടനെ എന്നോട് പറഞ്ഞു, They told me. ഞാനിവിടെ വരുമ്പോൾ 16 പേരുണ്ടായിരുന്നു, ഇപ്പോൾ 62 പേരുണ്ട്. ഒരാൾ പറയുക. One person said, you know, pastor, when I went to my field, there were only 16 people. Now there are 62 people. ഒന്നുമില്ലാത്തടത്ത് ഞാൻ വേലയ്ക്ക് വേണ്ടി ഞാൻ പോയി, ഇപ്പോൾ അവിടെ 120 പേരുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. I was in a place where there were nobody. Now there are 120 people. I heard this report and I was amazed. അവർ ഇതെല്ലാം പറയുമ്പോ എന്റെ ഹൃദയത്തിൽ വീണ്ടും വീണ്ടും മുറിവുകൾ When they were ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. saying all these things, there was pain in my heart. അവരോട് എനിക്ക് പറയാനൊക്കെയല്ല, എനിക്ക് നാണം വരുന്നെന്ന്. I could
not tell them, hey guys, I feel ashamed. ഞാൻ നാണിച്ചെന്റെ മുറിക്കകത്തിരുന്നു. So I had to go into my room again, very sad about it. ഞാൻ നാട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, When I came back, I told God, ദൈവമേ, ഒരാളെങ്കിലും ഇല്ലാതെ എന്നെ സ്വർഗത്തിലേക്ക് Lord, പോകണ്ടു. don't take me to heaven without even one person. എനിക്ക് എന്റേതെന്ന് പറയാൻ ഒരാളെങ്കിലും വേണം. I need at least one person to say that I brought him to the Lord. എന്റേതെന്ന് പറയാൻ ഒരാളില്ലാതെ എനിക്ക് ഈ ഭൂമിയിൽ ഇനി ജീവിക്കാനൊക്കത്തില്ല. I cannot live in this world without saying I brought that person to the Lord. എനിക്ക് ഒരുപാട് ഇൻസെന്റീവ് കിട്ടും. ഒരുപക്ഷെ എന്റെ വിദ്യാർത്ഥികൾ പഠിപ്പിച്ചത് കൊണ്ട് അവര് കർത്താവിനെ നേടിയത് കൊണ്ട് ഒരുപക്ഷെ അതിന്റെ പ്രതിഫലം എനിക്ക് കിട്ടുമായിരിക്കും. എന്നാൽ എനിക്ക് എന്റേതായിട്ട് ഒരാളെ വേണം ദൈവമേ എന്ന് ഞാൻ പറഞ്ഞു. Hallelujah. Maybe my students, because they brought many people to the Lord, I might get an incentive from the Lord. But I wanted to bring somebody for myself. ഹല്ലേലൂയ. ഞാൻ അത് ദൈവത്തോട് പറഞ്ഞു നാട്ടിലേക്ക് വന്നു. ഇതുപോലെ 21 ദിവസം ഉപവാസം അങ്ങ് തുടങ്ങി. So I came back home and I declared a 21-day fasting. ഞാൻ എന്നൊരു ഒരു പുരയിടത്തിനകത്ത് ടെന്റ് കെട്ടി അതിനകത്ത് കിടന്നങ്ങ് ഉറങ്ങി. And that day I set up a tent in a compound and just slept there. അവിടെ തന്നെ 21 ദിവസം താമസിച്ചു. I stayed there for 21 days. 21ാമത്തെ ദിവസം ആ പന്തല് മുഴുവൻ അഭിഷേകത്തിന്റെ ശക്തിയാൽ On വ്യാപരിക്കുന്നു. the 21st day, the power of the anointing came and flooded in that tent. ആ ദേശം മുഴുവനും ഒരു ഉണർവിന്റെ വ്യാപാരം ഉണ്ടായി. The whole place, there was a revival. അന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില ആളുകളെ എഴുന്നേൽപ്പിച്ചു. That day, the Holy Spirit raised up some people. അവിടേക്ക് ദർശനമനുസരിച്ച് ഇടുക്കിയുടെ ഏറ്റവും ഒരു അരികിലേക്ക് ഞാൻ നീങ്ങി. According to the vision the Lord gave me, I went to another place in Idukki itself. ആ സ്ഥലത്ത് ചെന്ന് കർത്താവിന്റെ വേല 2001 ഞാൻ ആരംഭിച്ചു. There I started the work of the Lord in 2001. ഞാനും എന്റെ ഭാര്യയും 3 കുഞ്ഞുങ്ങളും എന്റെ അമ്മയും മാത്രം. My wife, 3 children and my mother were with me. ഞങ്ങൾ 4 പേരും ഒരുമിച്ചിരുന്ന് ആരാധിക്കാൻ തുടങ്ങി. 4 of us were worshiping together. ഞാനും എന്റെ കൂടെയുള്ള മക്കള് 3 പേരും ഭാര്യ അമ്മയും കൂടെ ചേർത്ത് 5 പേരാണ് ആരാധനയ്ക്കുള്ളത്. Only the 5 of us were there for worship. 2001 ഞങ്ങൾ അങ്ങനെ ആരാധനയ്ക്ക് അന്ന് ആരംഭിച്ചപ്പോൾ കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. When we started our worship like that with 5 people, the Lord was with us. അന്ന് തുടങ്ങി കർത്താവ് ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നുണ്ട്. From that time he has never left us. He is with us. ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം. Let me tell you a truth. ഇന്ന് കർത്താവിന്റെ കൃപയാൽ ഇത്രയും ആളുകളെ ദൈവം എനിക്ക് അവിടെ നൽകിയിട്ടുണ്ട്. Today the Lord has given me so many people there also. ഇതുപോലെ ഇരിക്കാൻ ചില ആത്മാക്കളെ ദൈവം ആ ദേശത്ത് എനിക്ക് തന്നു. God gave me some people to sit like this in that nation also. ഹല്ലേലൂയ. എന്റെ കൈ കൊണ്ട് തന്നെ ചില ആളുകളെ സ്നാനപ്പെടുത്താൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. I was able to baptize some people with my hands. അവിടെ ഇരിക്കുന്ന 99% പേരെയും കർത്താവിന്റെ കൃപയാൽ സ്നാനപ്പെടുത്തി കർത്താവിന്റെ കൃപയിൽ ദൈവസഭയുടെ ഭാഗമാക്കി. I was able to baptize about 99 people and bring them into the kingdom of God. ദൈവവചനം ആ ദേശത്ത് പ്രസംഗിക്കുവാൻ ദൈവം എനിക്ക് അവസരം നൽകി. God gave me an opportunity to preach the word of God in that nation. എല്ലാ ദിവസവും രാവിലെ ആ ലോക്കൽ ടെലിവിഷനിൽ എന്റെ സന്ദേശം ഞാൻ ദൈവത്തിന് കൊടുത്തുകൊണ്ടിരുന്നു. Every day in the local television my messages would be broadcast. നല്ല ചെലവഴിച്ചാണ് ആ പ്രോഗ്രാം ഞാൻ നടത്തിയത്. I was able to spend I could do that program with a lot of money. ഇടുക്കിയിലെ ഓരോ ജനത്തിനും വ്യക്തിപരമായി എന്നെ മനസ്സിലാകത്തക്ക നിലയിൽ ദിവസവും രാവിലെ അവരെന്നെ കണ്ടുകൊണ്ടിരുന്നു. Every day the people in Idukki began to get familiarized with me. രാഷ്ട്രീയ നേതാക്കളും സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ എന്നോട് സംസാരിക്കും. ഞങ്ങൾ അത് കാണുന്നുണ്ടെന്ന് എന്നോട് പറയും. Many politicians, political leaders would call me and say, Pastor, we are watching your program. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞത് ആ ദേശത്തെ കർത്താവ് നിർത്തി ഇന്നൊരു നല്ല സഭയെ ദൈവം തന്നു. I'm telling you, the Lord made me to stand in that nation and the Lord has given me a good church. ഏതാണ്ട് 3.5-4 വർഷത്തോളം ഞങ്ങൾ ഒരുപാട് പ്രയാസപ്പെട്ടു. For about 3.5-4 years we went through a lot of struggle. കർത്താവേ, ഒരാത്മാവ് പോലും കിട്ടുന്നില്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് കരഞ്ഞു. We cried and said, Lord, we have not even got one soul. ഒരുപാട് മല ഞങ്ങൾ കയറി. We had to go up many mountains. രാത്രിയും പകലും എന്ന പോലെ വീടുകൾ കയറി ഇറങ്ങി. We went to houses, different houses, morning and evening. ഒരുപാട് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. We prayed for many people. പലരും സൗഖ്യമായി. Many people were healed. പലരും രക്ഷപ്പെട്ടു. Many people were saved. ഭൗതികമായി ഉയർന്നു. Many people were touched financially. അവർ ആലയത്തിലെത്തിയില്ല. But still they did not come for worship. സൗഖ്യമായവരൊക്കെ നാട്ടിലുണ്ട്. There are many people who were healed. അവർക്ക് ഇപ്പോ കർത്താവിനെ വേണ്ട. But now they don't want God. അവർക്ക് സൗഖ്യം മതിയായിരുന്നു. They only wanted the healing. അവർക്ക് സുഖം മതിയായിരുന്നു. They were only interested in their comfort. ദൈവം അവർക്ക് കൊടുത്തു. God gave them all that. പക്ഷേ കർത്താവിലേക്ക് ചില ആളുകളെ ദൈവം കൊണ്ടുവന്നതിൽ ഞാൻ ഇന്ന് അഭിമാനിക്കുന്നു. But I thank the Lord, in spite of all that, some people the Lord brought for worship. 13 വർഷമായി ഒരു സ്ഥലത്ത് തന്നെ പ്രവർത്തിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. The Lord gave me grace to be in the same place for 13 years. അതെ, ആ 13ാമത്തെ വർഷമാകുമ്പോൾ ദൈവം എനിക്ക് 100ഓളം ആത്മാക്കളെ ദൈവം നൽകിയിട്ടുണ്ട്. In the 13th year, the Lord has given me
about 100 people. എന്റെ സഭയില് അതിനോട് അടുത്ത സമയത്ത് ആദ്യകാലത്ത് വന്ന ഒരു ദൈവദാസ CSIയിൽപ്പെട്ട ഒരു കുടുംബമുണ്ടായിരുന്നു. There was a family who was originally going to the CSI denomination. ആ കുടുംബം യേശുവിലേക്ക് വന്നു. That family came to the Lord. പണ്ടത്തെ കോട്ടയം മുനിസിപ്പൽ ചെയർമാനായിരുന്ന MM മാണി എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ടവനാണ് വിശ്വാസത്തിലെത്തിയത്. The old municipal councillor of Kottayam, chairman of Kottayam, a place in Kerala, India, MM Mani is his name. He came to the Lord. അദ്ദേഹത്തിന്റെ കല്ലുവാലൻ ജ്വല്ലറി എന്ന് പറയുന്ന കോട്ടയത്തെ ഒരു ജ്വല്ലറി ഉടമസ്ഥനായിരുന്നു അദ്ദേഹം. He had a jewelry shop called Kallubalam. That is his family name, I think. Yes. അദ്ദേഹം നെടുങ്കണ്ടത്തിനടുത്ത് ഒരു എസ്റ്റേറ്റ് വാങ്ങി. He bought an estate near Nedungandam. അദ്ദേഹം നല്ല ധനാഢ്യനായ ഒരു മനുഷ്യൻ. He's a very rich person. അദ്ദേഹം കർത്താവിലേക്ക് വന്നു. He came to the Lord. അദ്ദേഹം ഒരു കാര്യം ചെയ്തു. സഭയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കണമെന്ന് പറഞ്ഞു. He said, let us do something for the material growth of the church. ഞങ്ങൾ ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. We began to pray together. ഞാൻ അദ്ദേഹത്തോട് പോലും പറയാതെ ഒരു സ്ഥലം പോയി കണ്ടു. Without even telling him, I saw a place. ആ സ്ഥലം ഞാൻ കണ്ട് 1/2 ഏക്കർ സ്ഥലം, 50 സെന്റ് സ്ഥലം. I took about 50 cents, that's half an acre of plot. ഞാൻ ആ പ്ലോട്ട് പോയി കണ്ടതിന് ശേഷം അല്പം തുക അഡ്വാൻസ് കൊടുത്ത് സഭയിലേക്ക് കയറി വന്നു. I gave a little bit of advance for that property and came to the church. സഭയോട് ഞാൻ അനുവാദം ചോദിച്ചില്ലായിരുന്നു. I did not ask permission of the church. പെട്ടെന്നുണ്ടായ ഒരു സാഹചര്യത്തിൽ ഞാൻ ആ സഭയുടെ ആ സ്ഥലം പോയി കണ്ടു. In a quick situation, I had to go and see it without the permission of the church. ഞാൻ അവിടെ കടന്നു ചെന്ന് ആ ടോക്കൺ കൊടുത്തതിന് ശേഷം സഭയിൽ വന്ന് എല്ലാവരും എഴുന്നേറ്റ് കൈകോർത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. After giving the token, I came back to the church and said, let us all hold hands and pray. എന്നിട്ട് ഞാൻ പറഞ്ഞു, അതെ, ഞാൻ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടു, നിങ്ങളുടെ അനുവാദം ചോദിക്കാതെ ഞാൻ ടോക്കൺ കൊടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. I said, without asking you permission, I have given token for a place. സ്ഥലത്തിന്റെ വില എന്നോട് ചോദിച്ചു. They asked me the price of the property. ഞാൻ പറഞ്ഞു 30 ലക്ഷം രൂപ. I said 30 lakhs of Indian rupee. അത്രയും വില കുറച്ച് അവിടെ ഒരു സ്ഥലം അങ്ങനെ കിട്ടാനില്ല. You will not get a place so low in price in that place. അതൊരു മർത്തോമ ചർച്ചിനോട് ചേർന്നുള്ള ഒരു ക്യാമ്പസ് ആണ്. That was a campus near the Marthoma church. അവിടെ ഒരു സെല്ല് ഉണ്ട്, സെമിറ്ററി സെൽ. There is a cemetery cell there. അതുകൊണ്ട് വേറെ ആരും വീട് വെക്കാൻ അവിടെ സ്ഥലം വാങ്ങില്ല. So nobody was willing to buy that to put their house there. അതുകൊണ്ട് ഞാൻ ആ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തു. കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം അതിന് എനിക്ക് വേണമെന്ന് ഞാൻ അവകാശപ്പെട്ട് പ്രാർത്ഥിച്ചു. So I asked the Lord for that place. എന്റെ കയ്യിൽ കൂടുതൽ കൊടുക്കാനില്ല. I did not have much money. പക്ഷേ ഞാൻ ഈ സഭയിൽ ഇത് പ്രാർത്ഥിക്കുമ്പോൾ, but when I was praying, they were praying in the church. സഭയുടെ ഏറ്റവും പുറകിലിരിക്കുന്ന ഈ അച്ചായൻ എഴുന്നേറ്റു. There was this man, this Mr. Mani, was sitting at the last end of the church. എനിക്ക് ആ സ്ഥലം ഒന്ന് കാണണമെന്ന് പറഞ്ഞു. He said, I want to see this place. ഞാൻ അദ്ദേഹത്തെ ആ സ്ഥലത്തിൽ വണ്ടിയിൽ കൊണ്ടുപോയി. So I took him to that place in my vehicle. അവിടെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓ, ഇത് കൊള്ളാമോ എന്ന് എന്നോട് ചോദിച്ചു. He looked at it and said, Pastor, do you think this is good? ഞാൻ പറഞ്ഞു, എനിക്ക് താല്പര്യമാ, ദൈവത്തിന്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. I said, I am interested and God desires it. ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്കിത് വാങ്ങാം. He said, all right, we will buy it. ഞാൻ പറഞ്ഞ തുക ഉടമസ്ഥരോട് ഞാൻ പറഞ്ഞു, 1 ലക്ഷം രൂപ അടുത്ത മാസം തരും, ബാക്കി തുകകളെല്ലാം പിന്നീട് സമയം പോലെ 6 മാസത്തിന് അവധിക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുക. I had already told the owner of that place, I'll give you 1 lakh of Indian rupee next month and the rest of the money I'll give you little by little. അതൊന്നും അറിയാതെ വിശ്വാസത്താൽ ഞാൻ വെറുതെ പറഞ്ഞതാ. I just said it by faith. എന്നാൽ ആ മനുഷ്യൻ 1 മാസത്തിനകം അത് മുഴുവൻ തുകയും കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. But this man purchased the entire land within a month, giving the entire money. ഞാൻ അതിൽ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. I thank the Lord for that. എന്നാൽ അദ്ദേഹം വളരെ വേഗം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. He was taken away by the Lord quickly. ഈ കെട്ടിടം പണിയാനുള്ള എല്ലാ പ്രോജക്റ്റുകളും തയ്യാറാക്കി വെച്ചിരുന്നു. He had actually prepared a project for building a building there. അതിന്റെ ഒരു പോർഷൻ വിറ്റതിന് ശേഷം ചെയ്യാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. He thought we will sell a portion of this land and buy the building. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് മുഴുവൻ എനിക്ക് വേണമെന്ന്. I had really wanted the entire land for the church. എന്തായാലും 12 സ്ഥലം മാത്രം അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോൾ സഭയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. His wife has now set apart 12.5 cents of land for the church. എനിക്ക് അതിൽ അല്പം ദുഃഖമുണ്ട്. I feel a little sad about it. ഞാൻ ഇപ്പോഴും അതിനു വേണ്ടി മുഴുവനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. I still am praying for the whole place. പക്ഷേ എങ്കിലും 12 സെന്റ് സ്ഥലം അതിനു വേണ്ടി മാറ്റിവെച്ചതിൽ ഞാൻ അത്യധികം സന്തോഷിക്കുന്നു. I thank at least now at this stage 12.5 cents. ഇപ്പോൾ 12 സെന്റ് സ്ഥലത്തിന് മാത്രം വരും 30 ലക്ഷം രൂപ. Now just for that 12.5 cents 30 lakhs of അത് അവർ സൗജന്യമായിട്ട് സഭയ്ക്ക് തന്നിരിക്കുക. They are giving it freely for the church. പക്ഷേ ഇത്തവണ ഞാൻ എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഒരു അഭിലാഷം എന്ന് പറയുന്നത്, അവിടെ ഒരു നല്ല ആലയം കെട്ടുപണിച്ചെടുക്കണം. I have a big desire in my life that we will be able to build a big worship place in that. ഇത്രയും ചെയ്ത ദൈവത്തിന് ബാക്കിയും കൂടെ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. I believe God who started well will complete it also well. ഇന്നുവരെ വിശ്വാസത്താൽ മുഴുവൻ ഞാൻ ചെയ്തത്. I've done everything by faith till now. അതിലെല്ലാം ദൈവം എന്നും വിശ്വസ്തനായിരുന്നു. God has been faithful to my faith always. ദൈവം ഒരിക്കലും ഒരു തരത്തിലും എനിക്ക് താഴ്ച വരുത്തിയില്ല. God has never pulled me down.
ദൈവം ഒരിക്കലും നാണക്കേടുണ്ടാക്കിയില്ല. He has never pushed me down or made ദൈവം me ഇന്ന് sad. വിശ്വസ്തനാണെന്ന് എനിക്ക് ഉറക്കെ I പറയാനായിട്ട് can ധൈര്യമുണ്ട്. say loudly, God is faithful. അതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. I'm so happy in that. ഞാനിന്ന് നിങ്ങളോട് ഇത്രയും പറഞ്ഞതിന് ശേഷം ഒരു സന്ദേശം പറയുമ്പോൾ അതിനോട് ചേർന്ന ഒരു സന്ദേശമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. So after telling you all this testimony, I'm going to give you a message which is in tune with this testimony. എനിക്ക് എന്റെ സഭയോടും ഈ സഭയോടും ലോകത്തോടും പറയുന്നത് എല്ലാ സഭകളോടും പറയാനുള്ള ഒരു ദൂതേ ഉള്ളൂ, സുവിശേഷം അറിയിക്കുന്ന സഭയായിരിക്കണം. Hallelujah. I have only one message for this church, my church back in Idukki, and all the churches all over the world. You സുവിശേഷം must, അറിയിക്കാത്ത സഭ ചത്ത സഭയാണ്. a church that does not preach the gospel is a dead church. അതിന് ഞങ്ങൾക്ക് നല്ലൊരു പാസ്റ്റർ ഉണ്ടല്ലോ, രാവും പകലും ഓടാൻ. അദ്ദേഹം പറഞ്ഞോളും. We have a pastor who is running day and night. He will preach the gospel. അത് വേറെ ജോലിയൊന്നുമില്ലല്ലോ, ഇതല്ലേ ഉള്ളു ജോലി. He has nothing else to do. This is his job. ഹല്ലേലൂയ. Hallelujah. പാസ്റ്റർക്ക് ഒരു ജോലിയില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ പോകാം, വേറെ രാത്രിയും ഇരിക്കാം, 12 മണിക്കും പോകാം, ഉച്ചയ്ക്കും പോകാം. പാസ്റ്റർക്ക് ഒരു ജോലിയില്ല. പുള്ളി ആ ജോലി ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് ആരും പറയണ്ട. എല്ലാവരും ഈ ജോലി ഏറ്റെടുക്കേണ്ടവരാ. Nobody needs to tell pastor, you tell us what to do. It is everybody's job to preach the gospel. സുവിശേഷം അറിയിക്കാനാണ് സകല ആളുകളെയും വിളിക്കപ്പെട്ടിരിക്കുന്നത്. God has essentially called all people to preach the gospel. എല്ലാവരും ഈ വേല ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. God desires everybody to do this job. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, നിങ്ങൾക്കൊരു പുതിയ ഹോളും പുതിയ സംവിധാനവും വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? Do you desire for a new hall and some new facilities in the church? കൈയൊന്ന് ഉയർത്തി കാണിച്ചാട്ടെ. Can you lift your hands? നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം, വലിയൊരു ഹോളും ഇത്രയും പേര് വരുന്ന നാണക്കേടാ. If you buy a big hall and if you have only so many people, it is a little insulting. ഒറ്റ കാര്യം ആഗ്രഹിക്കണം, ഈ 2013 തീരുന്നതിന് മുമ്പ് ഞാൻ ഒരു ഫാമിലിയെ കണക്ട് ചെയ്യും. ഒരു ഒറ്റ ഫാമിലി, 5000 ഫാമിലിയുടെ കാര്യം വിട്ടിട്ട് ഇത്രയും പേര് ഓരോ ഫാമിലിയെ കണക്ട് ചെയ്ത് കർത്താവിലേക്ക് കൊണ്ടുവരാൻ ഒരു ഉടമ്പടി എടുത്തു നോക്കിക്കേ. Why don't you get into a covenant with the Lord and say, Lord, I will bring at least one family for worship. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ ഇത് നേരെ ഇരട്ടിയായിട്ട് മാറും. This will become double. നമ്മളെല്ലാം 10 ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, 20 പേരിന് വേണ്ടി പ്രാർത്ഥിക്കും, 100 കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഒറ്റ വീടിനും ഒരാളോട് സംസാരിക്കുകയുമില്ല. We all pray for hundreds of families to come, but we don't even open our mouth and speak to our neighbor properly. പല ആളുകളും വീടിന്റെ കർത്താവേ ഞങ്ങൾക്ക് ഈ ദേശം മുഴുവൻ തരണമെന്ന് പറയും. Many people say, Lord, give us entire nation. ഒറ്റ വീട്ടിലും ഒരാളോട് സുവിശേഷം They പറയും. will never open their mouth and preach to somebody the gospel. ഒരു മലയുടെ മുകളിൽ കയറിയിരുന്ന കർത്താവ് ഈ രാജ്യം മുഴുവൻ ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്ന പോലെയുള്ളൂ. They go into a mountain and say, Lord, give me the entire nation. പക്ഷെ ഒരു കാര്യം എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ റീച്ച് ചെയ്യാനുള്ള അവസരം തരാൻ പ്രാർത്ഥിക്കണം. But remember this, when you pray to the Lord for something, ask him for an opportunity to reach out for that thing. എനിക്കൊരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ കർത്താവേ ആ വീടിനകത്ത് പ്രവേശനം എനിക്ക് തരാൻ പറ. If you are praying for a house, ask the Lord to give you an entry into that house. ഇതുവരെ ആ വീട്ടിൽ ആരും സുവിശേഷകരെ കേറിയിട്ടില്ല, ആരെയും കേറ്റിയിട്ടില്ലെങ്കിൽ ആ വാതിലിന്റെ അടുക്കൽ ചെല്ലുമ്പോ സ്തോത്രം ദൈവമേ ഈ വീട് എനിക്ക് തരണം, ഇതിനകത്തിന് പ്രവേശനം വേണം ദൈവത്തോട് പറ. Hallelujah. If you go in front of a house, say, Lord, give me an entry into this home. I must preach the gospel here. സുവിശേഷം അറിയിക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ഈ ആരാധനയ്ക്ക് അകത്ത് വന്നിരുന്ന് കുറച്ചധികം പാട്ടുപാടി സന്തോഷിച്ച് വീട്ടിലേക്ക് പോകും. നിങ്ങൾക്ക് സ്വന്തമായി ഒരു ആത്മാവിനെ പോലും കിട്ടാതെ നിങ്ങൾ ഒരുപക്ഷെ ദൈവരാജ്യത്തിലേക്ക് തന്നെ പ്രവേശിച്ചിരിക്കും. അതൊരു സംതൃപ്തി ഉണ്ടാകരുത്. If you do not flow out, you will just come here, sit, listen to some word and go away. But in eternity, one day you will stand before God empty-handed. ചിന്തയ്ക്ക് വേണ്ടി ഞാൻ വേദപുസ്തകത്തിൽ ചില വാക്യങ്ങൾ വേഗം വായിക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി വായിക്കാം. Let's read Ephesians 4:15 today for our meditation. Ephesians 4:15. Amen. ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. Grow up into him in love, speaking the truth in love. ദൈവവചനം പറയുന്ന അനുസരിച്ച് ക്രിസ്തു എന്ന തലയോളം വളരാൻ ഇടയാകും എന്നാണ് എഴുതിയിരിക്കുന്നത്. It is written, you must be able to grow into Christ the head. കണ്ടോ, ക്രിസ്തു എന്ന തലയോളം വളരുക. Grow into Christ the head. രക്ഷിക്കപ്പെട്ട ആളുകളെ കുറിച്ച് ദൈവത്തിന്റെ ദാസൻ ഇന്ന് രാവിലെ ക്ലാസ് എടുത്തപ്പോഴും പറഞ്ഞു, അത് വളർന്ന് ക്രിസ്തു എന്ന തലയോളം എത്തണം. Even today when we are talking about growing into Christ, we were talking about growing into the head, that is Christ. നമ്മൾ ആര് ക്രിസ്തുവിന്റെ തലയ്ക്ക് മുകളിലല്ല. None of us are above Christ. എല്ലാവരും ക്രിസ്തുവിന്റെ തലയോളം വളരാനാണ് ദൈവം We are ആഗ്രഹിക്കുന്നത്. all expected to grow into Christ. വളരാനായിട്ട് ദൈവം ആഗ്രഹിച്ചാൽ പ്രായം കൊണ്ട് വളരുന്ന കാര്യമല്ല ദൈവാത്മാവ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ശാരീരിക വളർച്ചയല്ല ഉദ്ദേശിക്കുന്നത്, പകരം ദൈവാത്മാവ് ഉദ്ദേശിക്കുന്നത് അകത്തെ മനുഷ്യന്റെ വളർച്ചയാണ്. The Holy Spirit, when he talks about growth, it is about the inner man inside us.
ഞാൻ വേറെ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ചില പാഠങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് തന്നത് ഞാനത് പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫായിട്ട് പ്രായോഗിക ആത്മീക ജീവിതമായിട്ട് പഠിപ്പിക്കാറുണ്ട്. I teach practical things in Christian life, some of the things the Lord has given me when I am meditating on the word of God. നമുക്ക് 1 കൊരിന്ത്യർ ലേഖനം 2-ാമത്തെ അധ്യായത്തിലെ 12 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. Let's read 1 Corinthians chapter 2 verses 12 onwards. 12-ാമത്തെ വാക്യം. 1 Corinthians 2:12 onwards. Amen. അടുത്തത് ഇനി 3-ാം അധ്യായം, അടുത്ത അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. Chapter 3, I'm sorry, chapter 3. ഇനി വേഴ്സ് 4, 3:4. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ട് പറയുക, സാധാരണ സഭയിലെ ആളുകളെ ചില സ്വഭാവ പ്രകൃതികളാണ് അവിടെ പറയുന്നത്. Paul is talking about certain characteristics of people in ഞാൻ the church. സാധാരണയായി വിശ്വാസികളെയും ഈ ലോകത്തെയും തരംതിരിക്കുമ്പോൾ എനിക്ക് ഈ സമൂഹത്തിലെ മനുഷ്യരെ ഞാൻ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. When I distinguish between believers and people in the world, I divide the people in the world into 3 categories. അതെ, 3 തരത്തിൽ തിരിച്ചാൽ പ്രധാനമായിട്ട് പറഞ്ഞാൽ ഒന്ന് രക്ഷിക്കപ്പെട്ടവരെന്നും രക്ഷിക്കപ്പെടാത്തവരെന്നും തിരിക്കാം. The essential classification is those who are born again and those who are not. എല്ലാ മനുഷ്യരിൽ നിന്നും ഞാൻ തരംതിരിച്ചാൽ ഒന്ന് രക്ഷിക്കപ്പെട്ടവരെ, മറ്റൊന്ന് രക്ഷിക്കപ്പെടാത്തവരെ. In every race of mankind, one is born again, one is not born again. ആ രക്ഷിക്കപ്പെടാത്തവരെ തൽക്കാലം ഞാൻ അങ്ങ് മാറ്റി നിർത്തുക. Let me keep those who are not born again for some place. എന്നിട്ട് ഞാൻ രക്ഷിക്കപ്പെട്ട ആളുകളെ വീണ്ടും 2ആയിട്ട് തിരിക്കാൻ പോവാ. I'm going to divide those who are born again into 2. രക്ഷിക്കപ്പെട്ടവരെ എങ്ങനെ 2ആയിട്ട് തിരിക്കാം? How can we divide those who are born again into 2? ഒന്ന് ആത്മീകരായിട്ട് ഒരു ഗ്രൂപ്പിനെ തിരിക്കാം. One group can be classified as those who are spiritual. ശരി, ഇനി ഞാൻ ആത്മീകർ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിനെ അങ്ങ് തിരിച്ചു രക്ഷിക്കപ്പെട്ടവര്, നിങ്ങൾ പറഞ്ഞാട്ട് ഈ അടുത്ത ഗ്രൂപ്പിനെ എന്ത് പേര് വിടാം? If I call one group of people spiritual, you tell me what is the other group of people? Those who are in the flesh. ജഡീകർ. അപ്പൊ ആത്മീകരും ജഡീകരും ഇവരാരാണ് 2 കൂട്ടരും? Who are these? Now we have 2 kinds of people, those who are in the spirit and those who are in the flesh. Who are these 2 people essentially? ഹല്ലേലൂയ. ഞാൻ വേറെ ആരെയും വിളിക്കുന്നില്ല, ഞങ്ങൾ 2 പേരും ഇവിടെ നിൽക്കുക. We both are standing here. 2 പേരും നിൽക്കുക. ഞങ്ങൾ 2 പേരും രക്ഷിക്കപ്പെട്ടവരാ. We both are born again. ഞാൻ പാസ്റ്ററുടെ കാര്യം വിട്ടു. പാസ്റ്ററുടെ കാര്യം പറയാണ്. പാസ്റ്റർ ആത്മീയൻ, I am the pastor is spiritual. 3-ാമതൊരാളെ അങ്ങനെ പറയാൻ പറ്റില്ലാത്തതുകൊണ്ട്. No problem, pastor. Go ahead. പാസ്റ്റർ ആത്മീയൻ, The pastor is spiritual. ഞാൻ ജഡീകൻ. I am taking the role of a fleshly man. ഞാൻ ജഡീകനാണെങ്കിൽ ഞാനും ഈ പാസ്റ്റർ എന്താണ് രക്ഷിക്കപ്പെട്ടവർ തന്നെയല്ലേ? Even though we both may be different in our spiritual state, we still are ഞങ്ങൾ born again. 2 പേരും എവിടെയാണ് പ്രതിക്കുന്നത്? We both are standing where? സഭയില്. Standing in the church. ഹല്ലേലൂയ. Hallelujah. രക്ഷിക്കപ്പെട്ട 2 പേര് സഭയിലുണ്ട്. പക്ഷെ ഞങ്ങൾ 2 പേരും വ്യത്യസ്തമായ 2 ഘടകങ്ങളായി മാറുന്നു. ഒന്ന് ആത്മീകനും മറ്റൊന്ന് ജഡീകനും. 2 people in the flesh in the church. One is of the flesh, one is a fleshly man, the other is spiritual. ഒരാൾ ആത്മീകനാണ് ജഡീകനാണെന്ന് എങ്ങനെ മനസ്സിലായി? How can you know a spiritual man and a fleshly man? ഞങ്ങളുടെ വസ്ത്രം കണ്ടാൽ നിങ്ങൾക്ക് അറിയാവോ? Can you know it because of the dress that we wear? പാസ്റ്റർക്ക് മീശയുണ്ട്, എനിക്ക് മീശയില്ല. The pastor has a mush, I have no mush. പാസ്റ്റർ വെള്ളയുടുപ്പില്ല, ഞാൻ വെള്ളയുടുപ്പുണ്ട്. The pastor has no white shirt, I have white shirt. അന്നേരം തിരിച്ചു പറ നിങ്ങളെ. Now put it the other way. പക്ഷെ അങ്ങനെ പറയാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധിച്ചാൽ അത് പുറമേ ഉള്ളത് കണ്ടുകൊണ്ട് പറയായിരിക്കും. But if you are distinguishing like that, you are judging with outward appearances. എന്നാൽ എന്റെ യേശു ഈ അകത്തിരിക്കുന്ന 2 കൂട്ടം ആളുകളെയും ശരിക്ക് കാണുന്നുണ്ട്. But Jesus sees what is inside both the people. ആലയത്തിനകത്ത് രക്ഷിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളുണ്ടെങ്കിൽ ആ രക്ഷിക്കപ്പെട്ടവരിൽ തന്നെ ജഡീകരമുണ്ട്, ആത്മീകരമുണ്ട്. If in the church there are born again people, there are people in the flesh, there are people in the spirit. ആത്മീകരായ മനുഷ്യർ ഒരു കൂട്ടരുള്ളപ്പോൾ ജഡീകരായ മനുഷ്യരും അവിടെ തന്നെ ഇരിപ്പുണ്ട്. Spiritual people are there, at the same time there are people in the flesh in the same church. ആത്മീകരായ ആളുകൾ കൈയടിച്ച് പാട്ടുപാടുന്നുണ്ട്, ജഡീകരായ ആളുകൾ കൈയടിച്ച് പാട്ടുപാടുന്നുണ്ട്. Both are worshiping the Lord by clapping hands. ആത്മീകരായ ആളുകൾ തുള്ളിച്ചാടുന്നുണ്ട്, അതുപോലെ തന്നെ ജഡീകരായ ആളുകളും തുള്ളിച്ചാടുന്നുണ്ട്. Spiritual people are jumping up and down, even fleshly people are doing that. നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. We must be able to distinguish. ആത്മീകരായ ആളുകൾ നല്ല വസ്ത്രം
വസ്ത്രം ധരിക്കുന്നുണ്ട്, അതുപോലെ ജഡികരായ ആളുകളുണ്ട്. Spiritual people and the fleshly people both wear good dresses. അവരുടെ കയ്യിലും വേറെ പുസ്തകമുണ്ട്, ഇവരുടെ കയ്യിലും വേറെ They പുസ്തകമുണ്ട്. both have the word of God in their heart, in their hand. രണ്ടു കൂട്ടരുടെയും വായിൽ സ്തോത്രമുണ്ട്. They both have in their mouth. രണ്ടു കൂട്ടരും ആ കർത്താവിനെ They ആരാധിക്കുന്നുണ്ട്. both look the same in all their characters. പക്ഷേ എന്റെ യേശു തമ്പുരാൻ നോക്കിയിട്ട് പറയുക, നിന്റെ വിശ്വാസ ജീവിതത്തിന്റെ വളർച്ചയിൽ എന്റെ കണ്ടുകൊണ്ട് ഞാൻ നോക്കുമ്പോ ഒരുവനെ ആത്മീകനായിട്ടും മറ്റൊരുവനെ ജഡികനായിട്ടും കാണുന്നത് എനിക്ക് താല്പര്യമില്ല. രക്ഷിക്കപ്പെട്ടവർ ആത്മീകരായിട്ടിരിക്കണം. Hallelujah. Jesus says, when I look, everybody must be spiritual if you are born again. ഈ രക്ഷിക്കപ്പെട്ട ആളുകൾ ഒന്ന് ആത്മീകരോ ഒന്ന് ജഡികരോ എന്ന് ഞാൻ പറഞ്ഞില്ലേ. When I said there are two kinds of people, those who are born again. നമുക്ക് മൂന്നാമതൊരാളെ നിങ്ങൾ നോക്കരുത്, അവരവരെ തന്നെ നോക്കണം. Please, when I give you these marks, don't look at one another, you look at yourself. ഞാൻ Amen. ചിലപ്പോൾ തമാശകൾ പറയാറുണ്ട്, എന്റെ ശരീരം ഒത്തിരി മെലിഞ്ഞായിരുന്നു. I was very, very, very thin when I was young. എനിക്ക് എന്റെ ശരീരത്തിൽ നാണക്കേട് തോന്നിയിട്ടുണ്ട്. I felt bad about my body. കൈയുടെ ഈ ഇവിടുത്തെ ഈ ബോളൊക്കെ ഇങ്ങനെ തള്ളി നിൽക്കും. The bones of this hand used to strike out. അതുകൊണ്ടാണ് എനിക്ക് നാടകസമിതി കോമഡി ആർട്ടിസ്റ്റ് ആയിട്ട് കിട്ടിയത്. That is why I was a comedian in this drama troupe. നല്ലൊരു ശരീരപ്രകൃതി ഇല്ല, Because I was thin. അതുകൊണ്ട് എനിക്ക് നല്ല റോളൊന്നും നല്ല ക്യാരക്ടർ റോളൊന്നും കിട്ടിയില്ല. I could not get good roles because of my lean nature. അപ്പൊ എന്റെ കോമഡി മാത്രമേ അവർക്ക് ഇഷ്ടമായുള്ളൂ. They were interested only in my comedy. അപ്പൊ ഞാൻ ഈ ശരീരപ്രകൃതി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു. So at this time that the Lord caught me, I was born again. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ എന്റെ അപ്പച്ചൻ ഒറ്റ മകനായതുകൊണ്ട് എനിക്ക് എല്ലാ പോഷകാഹാരങ്ങളും തരും. Because I was the only son, my appachan, my father would give me all good food. അത് ബീസ്ട്രോ 100 പവർ മാൾട്ട് ഇതെല്ലാം എനിക്ക് വാങ്ങിച്ചു തരും. Used to give me all the nutritious food. പുസ്തകത്തിൽ ഇങ്ങനെ മസിലുള്ള പടം കാണുമ്പോൾ ഞാൻ പറയും എനിക്കത് വേണമെന്ന് പറയും. When I see the advertisement of the person standing like this with big muscles, I say I want to be like that. എന്റെ ഫാദർ എനിക്ക് വാങ്ങിച്ചോണ്ട് വരും. And my father would bring me that. എല്ലാ ദിവസവും മുട്ട തരും. Every day I would be given egg to eat. എല്ലാ ദിവസവും പാല് തരും. Every day I would be given milk to drink. പക്ഷെ ഞാൻ അങ്ങനെ തന്നെ ഇരിക്കുക. But I remained the same. എനിക്ക് കുസൃതി കൂടി. I became more mischievous. ഞാൻ പറമ്പിന്റെ ഒരു സൈഡിൽ നോടി മേളിൽ സൈഡിൽ ചെല്ലും. I would run from one portion of the compound of the house to another. അവിടുന്ന് കല്ല് പെറുക്കി താഴോട്ടെറിയും. Then I will take the stone and throw it down. കുസൃതി ഞാൻ കൂടി അപ്പച്ചൻ പറഞ്ഞു ഇനി മുട്ട കൊടുക്കണ്ട. When I became very mischievous, my dad said, "Don't feed him eggs anymore." അപ്പൊ ഉടനെ തന്നെ എനിക്ക് പവർ മാൾട്ട് ഇതെല്ലാം എന്റെ ഉയരത്തിൽ ഈ പെട്ടികൾ അടുക്കി വെക്കാം. And now അതുപോലെ ഇതെല്ലാം തന്നു. I was able to, and I was given a lot of these good nutritious food that the can in which they held could be kept up like stored up like this. There were plenty. ഒരിക്കലും ഞാൻ ഉപവാസത്തിലിരുന്നു. Once I was sitting for fasting. ഞാൻ ഉപവാസം ഇരിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പണ്ട് വിശ്വാസത്തിൽ വരുന്ന സമയത്ത് വിഷയം എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ. Many people have told me when you are fasting and prayer, write down your points and pray. അപ്പൊ എന്റെ പ്രാർത്ഥനാ വിഷയം ഞാൻ എഴുതിയ വേദപുസ്തകത്തിന്റെ ഒരു സൈഡിൽ വെച്ചു. So I took all that list and put it in one part of the Bible. ആദ്യമായിട്ട് 3 ദിവസം ഉപവസിക്കാൻ പോയിരിക്കുക. First time I am going to fast and pray for 3 days. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകന്മാർ വരുന്ന എനിക്ക് ഭയങ്കര പേടിയാ. I was scared in those days for prophets to come. അവർ വന്നു കഴിഞ്ഞാൽ ദൈവമേ പഴയ കാര്യമെല്ലാം പറയുമെന്നൊരു പേടി. I am scared if they will come and reveal some of my old sins. അത് പറഞ്ഞാൽ അതിന്റെ അപ്പച്ചൻ കേൾക്കും. If they say that, my appachan, my father will hear it. അമ്മച്ചി കേൾക്കും, ഇവരെല്ലാം കേൾക്കുന്ന എനിക്ക് My mother will hear it and I will be ashamed. നമ്മുടെ കുസൃതിയൊക്കെ അവർ അറിയുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. I felt very uncomfortable if my parents were to know my mistake. അറിയാൻ തുടങ്ങും, ദൈവമേ ക്ഷമിക്കണേ ക്ഷമിക്കണേ ക്ഷമിക്കണേ. From the day I would start fasting and prayer, I would start crying, Lord, forgive me, forgive me, forgive me. ഏതായാലും ദൈവം എന്നെ ഒരിടത്ത് നാണം കെടുത്തിയില്ല. But I thank the Lord, He never put me down in front of anyone. ദൈവം അങ്ങനെ ചെയ്യുന്നവനല്ല. He is not a God like that. അങ്ങനെ ഞാനിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. I was praying like that. ഒരു പ്രവാചകൻ ഓടി എന്റെ അടുക്കിലേക്ക് വന്നു. A prophet came running to me. എന്റെ തലയെ കൈവച്ചിട്ട് He put his hand on me. മകനെ, നീ നിന്റെ ശരീരത്തെ കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? നീ എന്റെ കാര്യം നോക്ക്, ഞാൻ നിന്റെ കാര്യം നോക്കാം. He told like this, son, why are you worried about your lean body? You take care of my things, I will take care of your things. ഞാൻ പെട്ടെന്ന് പുസ്തകം തുറന്നു നോക്കി. I quickly opened the Bible. എന്റെ ആ കുറിപ്പ് അവിടെ ഇരിപ്പുണ്ടോ? Is my list there? അതവിടെ ഇരിപ്പുണ്ട്. It is still there. ഞാൻ വിചാരിച്ച് മറന്നുപോയി, അയാളെ ഞാൻ കണ്ടു കാണുന്നു. I thought probably this man of God had seen my list. അല്ല, ദൈവം എന്നെ അറിഞ്ഞു. But God knew me. Hallelujah. അന്ന് ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്റെ കാര്യം നോക്കിക്കോളാം. That day I said, Lord, I will take care of your things. Hallelujah. Hallelujah. എന്നോട് കഴിഞ്ഞ ദിവസം ഷീന ചോദിച്ചു, ഷേർലിയുടെ പഴയ ഫോട്ടോയൊക്കെ ഒന്ന് കാണണമെന്ന്. The other day Sister Sheena asked me, can I see some of the old pictures of Shirley? എന്റെ ഷേർലിയുടെയും ഫോട്ടോ ഞാൻ കാണിച്ചു കൊടുക്കാനിരിക്കുക. I'm going to show her my picture and Shirley's ഞങ്ങൾ picture. പൂർണ്ണമായി കർത്താവിന്റെ വേലയിലേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് ഇത്രയെങ്കിലും ഒരു പുഷ്ടി തന്നത്. It is only after we came to the Lord that we have been able to put on so much of flesh. ഒരുപാട് കഴിച്ചിട്ടൊന്നും അല്ല. It is not because you eat much. സന്തോഷത്തോടെ വേല ചെയ്തിട്ടാ. It is because we
we work with happiness in our heart. മനസമാധാനത്തോടെ വേല ചെയ്തിട്ട് Because we do the work of the Lord with ഒരുപാട് happiness. പണം ഉണ്ടായിട്ടല്ല, Not because we have a lot of money. യേശുവിന്റെ വേലയുടെ ഒരു സന്തോഷത്തിന്റെ There ഭാഗമാണ്. is happiness in the joy of the Lord. ശരിയല്ലാതെ ഞങ്ങളുടെ രണ്ടുപേരുടെ മുഖത്തൊന്നും വേറെ ആരും ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. Well, nobody has seen anything but laughter and happiness on our faces. ഹല്ലേലൂയ. Hallelujah. കരയാനുള്ള ഒരുപാട് സാഹചര്യം ജീവിതത്തിൽ വന്നിട്ടുണ്ട്. The Lord has given us, we have come through many situations where we should be എന്നാൽ crying. എന്റെ യേശു തമ്പുരാൻ കരയാനൊരു അവസരം ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഒരു കരഞ്ഞെങ്കിലും എന്റെ യേശുവിന്റെ മുഖത്ത്, യേശുവിന്റെ പ്രകാശം ഞങ്ങളുടെ മുഖത്ത് ലോകത്തിന് മുമ്പിൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. We were able to always radiate the glory of our Lord even when we were going through difficulty. എന്നെ അറിയുന്ന പലരും ഇത് കാണുന്നുണ്ട്. Many people who know me are watching this tonight. അതെനിക്ക് നല്ലപോലെ അറിയാം. I know it very well. എനിക്കൊരു വ്യാജം പറയാനൊക്കത്തില്ല. I can't tell a lie. സത്യത്തിന്റെ സാക്ഷികളായിട്ട് ഇന്ന് പകൽക്കാലം നമ്മൾ നിൽക്കുന്നത്. Today we are standing as witnesses of the truth. ഞാനിത് പറയുന്നതിന് കാരണം നമ്മൾ ആത്മികരാണോ ജഡികരാണോ എന്ന് ലോകത്തിന് മുമ്പിൽ കാണിക്കാൻ പോകുന്ന ഒരു സമയമുണ്ട്. There is a time when we are going to manifest to the world whether we are people of the flesh or we are spiritual people. ഞാനിത് പറഞ്ഞു വന്നതിന് സാരം ഇങ്ങനെ ഈ പ്രകൃതിയുള്ളൊരു മനുഷ്യനാണെന്ന് ഇരിക്കട്ടെ, പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കാണുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യന്റെ വളർച്ചയാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. Why I told you all this is because God is not concerned about our external man. God is looking into our internal ഞാൻ man. അതിനു വേണ്ടി ഒരു ഉദാഹരണം നിങ്ങളോട് പറയാം. I'm going to tell you an example for that. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവരുടെ അകത്തെ മനുഷ്യനെ എടുത്ത് അടുത്ത കസേര ഇരുത്തണം. Each of you, please take your inner man and put it on the chair next to you. കസേരയിൽ ഇരിക്കത്തില്ല, മടിയിലേ ഇരുത്താൻ പറ്റൂ. You cannot put him on the chair. He can sit only on the lap, on your lap. ഹല്ലേലൂയ. Hallelujah. ഞാൻ എത്ര ആ അകത്തെ മനുഷ്യന് എത്ര പേർക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും? How many people think that your inner man can sit straight in your lap? നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ട്. You are very powerful. നിങ്ങൾ കണ്ടാൽ നല്ല സൗന്ദര്യമുള്ളവരാ. You are very beautiful people. നിങ്ങൾ ഇഷ്ടം പോലെ ഭക്ഷിക്കുന്നവരാ. You eat a lot. നിങ്ങൾ ഇഷ്ടം പോലെ കഴിക്കും. You eat very well. നല്ല ചിക്കൻ കഴിക്കും. You eat good chicken. നല്ല ഒന്നാം തരം ഭക്ഷണം കഴിക്കും. You eat very good quality food. ഇന്ത്യനും ചൈനീസും എല്ലാം മാറി മാറി കഴിക്കും. You ഹല്ലേലൂയ. You eat Indian and Chinese and all. എല്ലാം മാറി മാറി കഴിക്കും. You eat all this. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, Let me ask അകത്തെ you one- മനുഷ്യന് എന്ത് ഭക്ഷണം കൊടുക്കുന്നുണ്ട്? What food are you giving to the inner man? അകത്തെ മനുഷ്യന് ജീവനില്ലാതെ പോയ ഈ പുറത്തെ മനുഷ്യന് ഇത് കൊടുക്കുന്നോണ്ട് ഒരു ഫലവും ഇല്ല. If the inner man is weak, it has no value if you keep on feeding the external man. അതുകൊണ്ട് പുറത്ത് കാണുന്ന മനുഷ്യനെ കണ്ടിട്ട് ആത്മീയനാണോ ജഡികനാണോ പറയാൻ ഒക്കത്തില്ല. Therefore, we cannot tell if a man is spiritual or not looking at the external. എന്റെ അകത്തെ മനുഷ്യന് ജീവനില്ലെങ്കിൽ പുറത്തെ മനുഷ്യൻ പിന്നെ കൊമ്പമീശക്കാരനായാലും പ്രയോജനമില്ല. If my inner man is useless, even if the external man has got a komban misha, it has no value. മീശ എന്ന് ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല. I didn't mention mustache or anything മീശ else. എന്ന് പറഞ്ഞ ഞാൻ ഒരാളെ കണ്ടു, ഒരു കണ്ട പേടി തോന്നുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് ഭയങ്കര മീശയാ. I saw a man who I was scared of. He had such a big mustache. നാരങ്ങയൊക്കെ ഇങ്ങനെ വെക്കാവുന്ന പോലത്തെ മീശ. You can put a lemon on his mustache. അത്ര കണ്ടാൽ നമുക്ക് തോന്നുന്നു ഇയാൾ ഭയങ്കര ക്രൂരനാണ്. When you look at him, you think he's very cruel. But if you stand near him and clap your hand like that, he will run ഒരു away. പട്ടി കുറച്ചോണ്ട് വന്ന പുള്ളി ഓടി. If you see a dog barking, he will run away. എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇയാളെ പോലെ ക്രൂരനായിട്ട് വേറെ ആരും ഇല്ല, ഇയാൾ മിക്കവാറും ഭയങ്കര ഭീകരനായ ഒരു മനുഷ്യനാണ് എന്ന് വിചാരിക്കും. പക്ഷേ ഒരു പടക്കം പൊട്ടുമ്പോൾ ഓടി പെരക്കകത്ത് കയറുന്നയാളാണ്. Externally, he appears to be a tough guy, but if you hear a cracker, he will run away. ഇതുപോലെ ആ മനുഷ്യരെ ആത്മീയരെയും ജഡികരെയും നമുക്ക് തിരിച്ചറിയാൻ ഒക്കത്തില്ല. This is the way you cannot know a spiritual man and a fleshly man. വേറെ പുസ്തകം പിടിക്കുന്ന എല്ലാവരും ആത്മീയരല്ല. All those who study the word of God are not spiritual. പ്രസംഗിക്കുന്ന എല്ലാവരും ആത്മീയരല്ല. All those who preach are not spiritual. ഓ കർത്താവിന്റെ വേല ചെയ്യുന്ന എല്ലാവരും ആത്മീയരാണോ എന്നില്ല. Everybody who does the work of the Lord need not be spiritual. ഹല്ലേലൂയ. Hallelujah. എന്നാൽ ആത്മീയരും ജഡികരും തിരിച്ചറിയുവാൻ ദൈവാത്മാവ് ചില നിർദ്ദേശങ്ങൾ നമുക്ക് വചനത്തിൽ നിന്നും കൂടെ തന്നിട്ടുണ്ട്. From the word of God also the Holy Spirit has given us some instructions to clearly know who is spiritual, who is not. ഇതെല്ലാം അവരവർ പരിശോധിച്ചോണം. Let every man examine himself. ഞാനൊരു 2-3 ഉദാഹരണം പറയുമ്പോ പിന്നെ പുള്ളി അങ്ങനെയാന്ന് പറയരുത്. Don't say, this is about the pastor. Don't say. ഞാനൊരു കാര്യം പറയാം. Hallelujah. ആത്മീകൻ എന്ന് പറഞ്ഞാൽ Who is the spiritual man? This is the first mark. പഴയ മനുഷ്യനെ മാറ്റിയിട്ട് ഒരു പുതിയ മനുഷ്യനായിരിക്കണം. The old man must be removed. It must be a new man. അവൻ ആത്മീക കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം. He should have an interest in spiritual things. ഏത് കാര്യങ്ങളിലും ഒരു ദൈവഭയം അവനുണ്ടാകണം. In everything that he does, he must fear the Lord.
അവനൊരു പക്വത ഉണ്ടായിരിക്കണം. There must be a maturity. ഞാൻ 3-4 കാര്യങ്ങളെ പറഞ്ഞുള്ളൂ, ബാക്കി നിങ്ങൾക്ക് ആഡ് ചെയ്യാം. You can add the rest to the list. I've told you 3 or 4 things. ഒന്നുകൂടി ഞാൻ പറയാം, ആത്മീക കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകും. Number 1, he will be interested in spiritual things. അദ്ദേഹത്തിന് ദൈവ ഭയം ഉണ്ടായിരിക്കും. He will have the fear of God. മറ്റൊന്ന്, അദ്ദേഹം പക്വതയുള്ളവനായിരിക്കും. He will be mature. ഈ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇതിന് I've told you 3 നേരെ വിപരീതമായിരിക്കും ജഡികൻ. I've told you 3 things. A fleshly man will just be opposite. ഈ ജഡീക മനുഷ്യൻ എന്ന് ഞാൻ പറഞ്ഞത് നമ്മളെല്ലാം ജഡത്തിനകത്താണ്. When I use the word flesh, remember, we all are in the flesh. നമ്മളെല്ലാം ജഡത്തിനകത്താണെങ്കിലും ലോകം നമ്മളെ ഭരിക്കുമ്പോഴാണ് നമ്മൾ ജഡീക മനുഷ്യരാകുന്നത്. Even though we are living in the flesh, when you allow the world or Satan to influence us, then we become fleshly. അതെ, നമ്മളെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിലും ഈ ലോകം നമ്മളെ ഭരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ അറിയാതെ ലോക മനുഷ്യർ അല്ലെങ്കിൽ ജഡമനുഷ്യരായിട്ട് When മാറുകയാണ്. you allow the world to influence you in anything without knowing, we are gradually becoming worldly or fleshly people. അപ്പോൾ പഴയ കാര്യങ്ങളിൽ നിന്ന് വ്യത്യാസമുണ്ടായ ഒരാളാണ് ഒരു ആത്മീകൻ. So a spiritual man is somebody who is different from the world. ജീവിത സ്വഭാവങ്ങൾക്ക് മാറ്റം വരുത്തിയ ആളാണ് ആത്മീകൻ. And if you change the habits of your life, you are a spiritual man. ഞാൻ ജഡ സ്വഭാവത്തെ തിരിച്ചു പറയാം. Now let me tell you about the fleshly character. ലോകത്തിൽ എന്ത് സ്വഭാവം എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നോ, രക്ഷിക്കപ്പെട്ടതിന് ശേഷവും അത് തുടരുന്നെങ്കിൽ അവന്റെ പേരാണ് ജഡീകൻ. If a man, even after being born again, he continues the same traits of character, he is born again, but he is in the flesh. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ If a സൃഷ്ടിയാകുന്നു. man is in Christ, he is a new creation. ഒരുവൻ ക്രിസ്തുവിലായി അവൻ പുതിയ സൃഷ്ടിയായി. അവന്റെ സ്വഭാവത്തിൽ ഒരു വ്യതിയാനവും ആർക്കും കാണാൻ കഴിയുന്നില്ലെങ്കിൽ അവന്റെ പേരാണ് ജഡീകൻ. A man, even if other people do not see that, if he continues in his private life also like the person he was before being born again, he is a fleshly man. ഉപവാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, ഇതെല്ലാം നടക്കുന്നുണ്ട്. He is part of everything, fasting, prayer, church, everything is there, but his character, his ways has not changed. പറയേണ്ട ചീത്ത എല്ലാം വേറെ പറയുന്നുണ്ട്. When he opens his mouth, he'll say all kinds of dirty words. ഞങ്ങളുടെ നാട്ടിൽ ഞാനൊരു തമാശ പോലൊരു കാര്യം പറയും. ഈ ആളുകളൊക്കെ ശരിക്കും അവരുടെ ഈ വായിൽ നിന്ന് വരുന്ന വാക്ക് പെട്ടെന്നുണ്ടാകുന്ന വാക്കുകളാണ് ശരിയോ തെറ്റോ നമുക്ക് അറിയാൻ പറ്റുന്നത്. എക്സാമ്പിൾ പറയാം. I'll give you an example. നമ്മൾ ഈ നടന്നു പോകുമ്പോ Let's say we are walking somewhere. കല്ലിൽ അങ്ങ് തട്ടുക. Let us say we slipped. കല്ലിൽ തട്ടുക. That's the stone when we are അപ്പൊ walking. കാലിന്റെ വിരലിന് വേദന എടുത്തു. So our toe began to be painful. ഉടനെ തന്നെ രക്ഷിക്കപ്പെട്ടവര്, ദൈവത്തിനെ വിശ്വസിക്കുന്നവര് എന്ത് പറയും? Sotram. സ്വത്രം എങ്ങനെ പറയും? A spiritual man, even when he is hurt, he may say, oh, Sotram, praise the Lord, like that. ജഡമനുഷ്യൻ എന്ത് പറയും? You can imagine what a fleshly man says. ഒരു മുടിഞ്ഞ കല്ല്, Oh, this dirty stone. In other words, he'll start to curse. നശിച്ച ഒരു നടപ്പ്, Oh, this dirty walk. ഒടുങ്ങിപ്പോകാൻ. All his expressions will come from a fleshly man. കേട്ടാ, സ്വത്രം അവന്റെ വായിന്ന് വരത്തില്ല. At that time, if you are in the flesh, ഞാൻ അതിന് പറയും ആൽഫബറ്റ്സ് ഉണ്ടല്ലോ, മലയാളത്തിലെ ആൽഫബറ്റ്സാണ് ഞാൻ പറയാറുള്ളത്. കായിക്ക ആളുകൾ എന്ന് പറയും. I don't want to mention it here, but when even born again people, when they get into trouble, naturally these kind of words, dirty, bad, curse words come. രക്ഷിക്കപ്പെട്ട ശേഷവും ഇവൻ ഇത് പറയുന്നുണ്ടെങ്കിൽ അവന്റെ പേര് ജഡികൻ എന്ന, രക്ഷിക്കപ്പെട്ട ജഡികൻ എന്ന. Even after being born again, if a believer continues like this, it is not that he is not born again, but he is still in the flesh. ഹല്ലേലൂയ. Hallelujah. ഞാനിപ്പോ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായി How many കാണും. people understood this? രക്ഷിക്കപ്പെട്ട ആളുകളിൽ തന്നെ ആലയത്തിൽ വരുന്നെങ്കിലും പ്രാർത്ഥിക്കുന്നെങ്കിലും വാക്കുകൾക്ക് ഒരു മാറ്റവും ഇല്ല. Even born again people, if they come to the church, they are part of everything. There's no change in their words. ഇപ്പോഴും ആളുകളെ ശപിച്ച് സംസാരിക്കും. They still curse people. ഇപ്പോഴും ആളുകളെ നശിക്കട്ടെന്ന് പറയും. Let people die. That is their attitude. അവന് ഗുണം പിടിക്കേണ്ടെന്ന് പറയും. Let him go to hell. That is അസൂയ their അവൻ attitude. അകത്ത് നിറഞ്ഞു വരും. They are full of jealousy. ഒരു കാര്യം നമ്മൾ അറിയണം പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ടവരിൽ ആത്മീകർക്ക് ഈ സ്വഭാവം വരാൻ പാടില്ല. അവരതിനെ ഒഴിവാക്കേണ്ടവരാ. Even if you are born again, these things can happen. It is our job to purposely avoid such kind of things. ആത്മീകൻ ദൈവ വിഷയത്തിൽ ശ്രദ്ധിക്കും. 2, a spiritual man will show interest in the things of God. ഏത് കാര്യത്തിലും അവൻ ദൈവഭയമുള്ളവനായിരിക്കും. In everything he will fear God. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാല്, ഏതെങ്കിലും ഒരു കാര്യം നേരിടേണ്ടി വന്നു കഴിയുമ്പോൾ ദൈവം സഹായിക്കും, ദൈവം ഇടപെടും,
ദൈവം പ്രവർത്തിക്കുമെന്ന് ആത്മീയം പറയും, ജഡികൻ ഇത് പറയത്തില്ല. A spiritual man will say, whatever situation he goes, he said, God will take care of that. We have a God. Don't worry. But a fleshly man will not say that. ജഡികൻ അത് പറയാൻ അവന് പറ്റത്തില്ല. A fleshly man cannot say, എന്നാലും എന്റെ പാസ്റ്ററെ, എന്നാലും എന്റെ സഹോദര, അങ്ങനെ പറഞ്ഞാൽ ഒക്കുവോ, എന്നാലും എന്റെ ബ്രദറെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. a fleshly man will say, Pastor, I agree, I believe in God. All these things are true. Still, how can this happen? ഞാൻ ഈ പറയുന്ന ഒന്നും ആരെയും നിരാശപ്പെടുത്താനല്ല. I am not telling this to depress any of you. ഒരു ആത്മീകന്റെ ലക്ഷണം കാണിക്കാൻ ബാധ്യസ്ഥരാണെന്ന് പറയാൻ വേണ്ടിയാ. It is my job to tell you the characteristics of a spiritual man. അടുത്തൊരു കാര്യം, ആത്മീക പക്വത ആത്മീയനുണ്ടായിരിക്കും. A spiritual man will be spiritually mature. ഈ പക്വത എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് പമ്മി പമ്മി നടക്കുന്നൊന്നുമല്ല. Hallelujah. Maturity doesn't mean that you walk very holy like this. കുനിഞ്ഞ് praise the Lord എന്ന് പറയുന്നത് ആത്മീയതയാണെന്ന് വിചാരിക്കണ്ട. Many people think, when you see people praise the Lord, that is not maturity. ഞങ്ങളെ ഡിസ്ട്രിക്ട് പാസ്റ്റർമാരൊക്കെ ഒരുമിച്ച് കൂടെ എന്താ ഉണ്ട് ബ്രദറേ. That is the denominational problem. When you see district pastors, they will come and say, how are you, brothers? ഇതൊന്നും ആ പക്വതയുടെ ലക്ഷണമൊന്നുമല്ല. These are not signs of maturity. നീളമുള്ള ഉടുപ്പിട്ട പക്വതയാവണമെന്നില്ല. You put on a long cloth doesn't mean that you are mature. അത് എക്സ്ട്രീമസിയുടെ ഒരു ഭാഗമാണ്. That is part of extremism. എനിക്കറിയാം, സാധു കൊച്ചുകുഞ്ഞു ഉപദേശി പണ്ട് അദ്ദേഹം ഓവർ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ചിന്താഗതിയുള്ള മനുഷ്യനായിരുന്നു. Unfortunately, there was a man of God in India. He was known as Kochugunyu Upadeshi. In many of his character traits, he was on the extreme side. അത് അദ്ദേഹത്തിന്റെ ഭക്തി രസം എന്ന് പറഞ്ഞ പുസ്തകത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ ഭക്തിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. I am not questioning his walk with God, but I have felt many times when I read his book, this man has gone to extremes unnecessarily. ചില സന്ദർഭങ്ങളിൽ അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് കാര്യമായിരുന്നു. അതിൽ നമുക്ക് സന്തോഷവും തോന്നുന്നു. For his personal life, such extremes may have been needed in his life. I don't know about it. അദ്ദേഹത്തിന് പപ്പടം വലിയ ഇഷ്ടമായിരുന്നു, ചോറുണ്ണുമ്പോൾ. He liked this particular dish called pappadam, something like a biscuit in Kerala. അത് കഴിക്കാനായിട്ട് പപ്പടം ഉണ്ടെങ്കിൽ ഇന്ന് ഇച്ചിരി ചോറുണ്ണണം എന്ന് വിചാരിക്കും. So if this particular dish was available, he would tell himself, I'm going to eat something more today. ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴേ ഓർത്ത് ഞാൻ ഈ പപ്പടത്തിൽ ഒത്തിരി രസിച്ചല്ലോ എന്ന്. When he was about to eat, he thought, I have given a lot of importance to this biscuit. എനിക്ക് എന്റെ യേശുവിൽ ഇത്രയും രസിക്കാൻ പറ്റിയില്ല. I'm not able to love my Jesus so much. അതുകൊണ്ട് പപ്പടം അങ്ങ് മാറിയിരിക്കട്ടെ. So let this biscuit be taken away. എന്നിട്ട് ബാക്കിയുള്ളത് കൂട്ടി ഒരു കുഴച്ചൊരു ചോറങ്ങ് കൊണ്ടു. And then he'll eat his food without this biscuit. സാറ് കൊച്ചിന് വെച്ച് മുടിയൊക്കെ നന്നായിട്ട് വെട്ടിച്ച് കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുകയെന്ന് വിചാരിക്കുക. He had another observation like this. He would cut his hair beautifully and stand in front of the mirror. നോക്കുമ്പോ കൊള്ളാം, നന്നായിട്ടുണ്ട് എന്ന് വിചാരിക്കുക. He felt, I'm looking very good today. Immediately he will mutilate or destroy his good looks. എനിക്ക് അങ്ങനെ ഒരു രസം എനിക്ക് തോന്നണ്ട. I don't want to look good like that. എന്നെ കണ്ടാൽ അങ്ങനെ കൊള്ളാമെന്ന് തോന്നുന്ന അത് വേണ്ട. I am looking good. I don't want other people to think that I am looking good. ഞാൻ അറിയാതെ എന്നിൽ രസിച്ചു പോയി. I'm interested in myself. ആ ഉടുപ്പ് നന്നായിട്ട് ആരെങ്കിലും തേച്ചു കൊടുത്ത് ഇട്ടോണ്ട് കണ്ണാടിയുടെ മുമ്പിൽ ഒന്ന് പോയി നിന്നാ, if he stands in front of the mirror wearing a well pressed shirt, അദ്ദേഹം പെട്ടെന്ന് നോക്കിയപ്പോൾ കൊള്ളാമെന്ന് തോന്നിയാ ഉടനെ ചുളുക്കും ഇങ്ങനെ. If at that moment he thinks it is very good, immediately he will, distort. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എനിക്ക് എന്റെ യേശുവിൽ രസം കൂടുതൽ വേണം. What he thought is, I must love Jesus more, so therefore let me destroy myself. യേശുവിൽ നിന്ന് എനിക്കൊരു രസം കുറഞ്ഞാൽ എനിക്ക് എന്നിലേക്ക് ജനം ആകർഷിക്കും, അതെനിക്ക് വേണ്ട. If I become dressed well, people are likely to be attracted to me. They may lose out their love for Jesus. Therefore, let me walk around like a beggar. അങ്ങനെ വേണമെന്നൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. I am not telling you that you should be like those are extreme cases. Hello. Praise the Lord. അങ്ങനെ ആശയം പ്രകടിപ്പിക്കാനോ ആശയം കാണിക്കുന്നതോ സാധുവായി ജീവിക്കുന്നതോ ഒക്കെ ഒരു പരിധി വരെ അത് അവരുടെ താല്പര്യത്തിന് വിടെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അങ്ങനെ ജീവിക്കുന്ന ഒരു പക്വതയാണെന്നൊന്നും ധരിച്ചു വെക്കരുത്. People have the right to choose in the Lord their own lifestyle. They are answerable to God, but don't follow all those things thinking that will bring you into Christian maturity. Hallelujah. Hallelujah. യേശുവിനെ പോലെ ആകുകയെന്ന് രാവിലെ പറഞ്ഞത് ഉടനെ തന്നെ ആ കുപ്പായം ഇട്ട് താടിയും നീട്ടി പിന്നെ ഒരു ഷാളും ധരിച്ച് ഇങ്ങനെ ചെരുപ്പ് വിടാതെ നടന്നു പോകുന്നതാണ് യേശുവിനെ പോലെ ആകുന്നെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു വേഷം കെട്ടിയ ആരും യേശുവിനെ പോലെ ആകത്തില്ല. If you think becoming like Jesus is having a long beard, having a thick mush and walking around with a red robe, that is not what it means to become like Jesus. ഈ പക്വത എന്ന് പറഞ്ഞാൽ വ്യത്യാസമുള്ള ഒരു സംഗതിയാണ്. Maturity is something totally different. നമ്മൾ ചില കുട്ടികളെ കാണും പറയും, കണ്ടോ അവന് 5 വയസ്സേ ആയുള്ളൂ, പക്ഷെ ഒരു 58 വയസ്സുകാരൻ പറയുന്നവനാ പറയുന്നത്. Some people when you look at them we say that child is only 5 years, but the way they talk is 58 years old. അവന്റെ
അറിവും അവന്റെ പ്രാപ്തിയും സംസാരവും കണ്ടു കഴിഞ്ഞാൽ അപ്പച്ചന്മാര് പറയുന്ന പോലെ അവൻ പറയുന്നത്. You look at his knowledge, the way he talks as though a 9-year-old is speaking. ചില കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ അങ്ങനെ ഉണ്ട്. There are some people in our midst like that. എനിക്ക് ഭയങ്കര സന്തോഷം അവരെ കാണുന്നത്. Very happy to see them. അപ്പൊ ഞാൻ അങ്ങനെയുള്ള പക്വതയുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ ഈ പക്വതയ്ക്ക് ഒരു ചെറിയ ഉദാഹരണം എനിക്ക് പറഞ്ഞു തരണമെന്ന് ആശയുണ്ട്. I would like to give an example of maturity. എന്നാൽ ജഡികന് ഈ പക്വതയില്ല. A fleshly man does not have any kind of a maturity. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. Let me give you an example. ഇതിനകത്ത് നമ്മൾ എല്ലാവരും വന്നിരിപ്പുണ്ട്. We are all in this place. ആത്മീകരായ മുഴുവൻ എന്ന് വിചാരിച്ചോ? We are all spiritually mature, spiritual people. നമ്മുടെ ഇടയിൽ ആരും ജഡികരായിട്ട് ഞാൻ ആരെയും മുദ്ര കുത്തുകയില്ല. I am not going to label anyone as a fleshly പക്ഷേ person. നമ്മൾ ആരും ജഡിക സ്വഭാവം പുറത്തു കാണിക്കല്ലേ. None of us should manifest the fleshly nature purposely. നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ ഈ പണ്ട് മന്ത്ലി മീറ്റിംഗ് കൂടും. In home, back home, we have a monthly meeting. അപ്പൊ നമുക്ക് ഇവിടെയും അതുപോലെ ഫെലോഷിപ്പ് ഫുഡൊക്കെ കഴിക്കുന്ന ഫെലോഷിപ്പുകളുണ്ട്. We also have fellowship where they have food together. അങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പോൾ വിളമ്പി കൊടുക്കുക. ഇവിടെ എല്ലാം ബൊഫേ കണ്ടത് വിളമ്പി കൊടുക്കുന്ന സിസ്റ്റം ഉണ്ട്. There was a system where they serve the food. Here I see buffet. എല്ലാവരും ഇരുത്തിയിട്ട് വിളമ്പി കൊടുക്കും. So he gives food to everybody. അപ്പൊ അങ്ങനെ വിളമ്പി കൊടുത്തോണ്ടിരിക്കുമ്പോ പണ്ട് കാലത്ത് വാഴ പഴം വിളമ്പിക്കുന്നത് ഈ കൊട്ടയ്ക്കകത്ത് ഇരിഞ്ഞിട്ടല്ല, കൊല അങ്ങേറ്റം ഇങ്ങേറ്റം ഓരോരുത്തർ പിടിച്ചോണ്ടാ. In olden days, when they used to serve this plantain, they would put it in a basket, and two sides of the basket will be held by two different people. ഒരു കൊല ഇങ്ങനെ പിടിക്കും. Oh, you have a plantain. ഒരാൾ ഇങ്ങനെ പിടിക്കും. One person will be holding the plantain itself like this, the other person on the other side. So they will take the plantain one person. The person standing here will take the plantain from here and give it to the person here. അങ്ങനെ കൊടുത്താണ് വിളമ്പി കൊടുത്തോണ്ടിരുന്നത്. That is the way they used to serve. നല്ലതും മോശമൊന്നും തിരിയാനുള്ള സമയമില്ല. There was no time to choose between good and bad. അങ്ങനെ കൊടുത്തോണ്ടിരിക്കുമ്പോ When they were giving like this, ഈ കൊടുത്ത ആളിന് ഒരാളിന്റെ പാത്രത്തിൽ രണ്ട് പഴം വീണു. So it so happened accidentally when they were serving, two plantains went into one plate. ആരാധന കഴിഞ്ഞിട്ടുള്ള ഭക്ഷണമാണ്. It is a food after the worship. അത് കഴിഞ്ഞിട്ട് ഈ പഴം രണ്ടെണ്ണം അവിടെ വീണ് കഴിഞ്ഞപ്പോ ഈ പഴം ഇട്ടയാളെ ഒന്ന് നോക്കി. So when two plantains went into the plate, the one who served the plantains was looked upon. നോക്കിയപ്പോ ഈ പഴത്തേലോട്ട് നോക്കി. He looked at the plantain also. അതിനകത്ത് ഒരു പഴം കേടാ. One plantain was bad. ഇട്ടയാളിനെ ഒന്നുകൂടെ നോക്കി. He looked at the person who served one more time. എടാ മനഃപൂർവ്വം എനിക്ക് ഈ പഴം അവൻ ഇട്ട് തന്നതാ. He purposely put that plantain in my. എന്നോട് അവന് ചില വൈരാഗ്യം ഉണ്ടായിരുന്നു. He has something against me. അതുകൊണ്ടാണ് എനിക്ക് കേടുള്ള പഴം അവൻ ഇട്ടത്. That is why he gave me this plantain. ആ പഴം ഇങ്ങോട്ട് എടുത്തു. He took the plantain. വിളമ്പിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ പുറത്തൊരു ചേറ് വെച്ച് കൊടുത്തു. He threw it on the man who was serving. എന്നിട്ട് ഭാര്യ ചോറിൽ കൈയിട്ടു. ചോറ് കഴിച്ചോണ്ടിരിക്കുക. He was eating his food. ഭാര്യ, his wife was eating the food. കുട്ടി അപ്പുറത്തിരുന്ന് കഴിക്കുക. The child was eating. പുള്ളി വേറെ ദിവസം എടുത്ത് കച്ചത്തി വെച്ചു. He took the Bible, put it on like this. മുണ്ട് മടക്കി കുത്തി. In Kerala we have this particular dress called mundu, which you can tie it up. ഭാര്യ എടുക്കുന്നു എഴുന്നേക്കടിയെന്ന് പറഞ്ഞു. He told his wife, get up. അച്ഛാ ഞാൻ ചോറിനട്ടെ. My dear husband, let me complete what I have started eating. No, എഴുന്നേക്കടിയെന്ന് പറഞ്ഞു. No, you have to get up. മോനോട് പറഞ്ഞു എഴുന്നേക്കടാന്ന് പറഞ്ഞു. He told his son, get up now. കൊച്ചിനെ കയ്യെ പിടിച്ച് വലിച്ചു. He took the son by hand. അങ്ങോട്ട് പോയി. And he left the place. പിറ്റേ ആഴ്ച ആരാധനയ്ക്ക് വന്നില്ല. The next Sunday he did not come for worship. കാര്യങ്ങൾ തിരക്കി. What is the reason? ആ മനഃപൂർവ്വം അവൻ എനിക്ക് പഴം കേടുപഴം തന്നതാ. That person purposely did it to me. അദ്ദേഹം പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല, ഇരിഞ്ഞിട്ടപ്പോ കേടുപഴമായിരുന്നു. The man who was serving said, look, it is an accident. അദ്ദേഹം ധൃതി പിടിച്ച് വിളമ്പിക്കൊണ്ടിരിക്കുക. I was doing it in a speed way. പകല് മുഴുവൻ ആരാധിച്ചതാ. The whole morning they were all worshiping together. പകല് മുഴുവൻ കൈയടിച്ചതാ. The whole morning they were clapping hands പകല് together. മുഴുവൻ വാതുറന്ന് സ്തോത്രം പറഞ്ഞതാ. The whole morning they were opening their mouth and saying praise the Lord. പകല് മുഴുവൻ വചനം കേട്ടതാ. The whole morning they were listening to the word of God. ഒരു പഴത്തിന്റെ പേരിൽ അദ്ദേഹം എന്ത് ചെയ്തു? കൂട്ടായ്മയിൽ ഇറങ്ങി അങ്ങ് പോയി. In the name of a plantain he went out of the ഒരു church. ചെറിയ കാര്യം മതി ആളുകൾക്ക് മൂക്കിന്റെ അറ്റത്ത് ദേഷ്യം. People need only a small thing that will make them very angry. പാസ്റ്റർ ഒന്നും നോക്കിയില്ല. Pastor didn't look at me. അടുത്ത ആഴ്ച സഭായത്തിനില്ല. Next Sunday I'm not coming to church. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. അതെ എന്റെ വീട് ഒന്ന് ഫോൺ ചെയ്യാമായിരുന്നല്ലോ. At least pastor could have given a phone. ആ സഹോദരൻ അല്ലെങ്കിൽ ഒന്ന് വിളിക്കായിരുന്നല്ലോ. At least that brother could have called. ഭാര്യയ്ക്ക് എന്നായിരുന്നു ജോലി? Pastor's wife, what job has she? ഞാൻ പാസ്റ്ററുടെ ഓർത്തില്ല, തിരക്കിന്റെ പുറത്ത്. പാസ്റ്ററുടെ ഭാര്യ ഒന്ന് ഓർത്തിരുന്നെങ്കിൽ. Okay, pastor is a holy man. What about his wife? അങ്ങോട്ടില്ല. I will not go to his worship. ആത്മീയർ ഇത് പറയത്തില്ല. Spiritual people will not say this. ആത്മീയർക്ക് ഇത് പറയാൻ ഒക്കത്തില്ല. Spiritual people will not say this. ഞാൻ ഇന്ന് രാവിലെ എന്റെ സഭയിൽ ഒരു സഹോദരനെ വിളിച്ചു. This morning I called somebody in the church. ഞാൻ പറഞ്ഞു ബ്രദറെ, ഞാൻ വല്ലപ്പോഴും ആഴ്ചയിൽ ഒരിക്കലേ വിളിക്കത്തുള്ളൂ, ഒന്നും ഓർക്കല്ലേ.
I said, brother, I'll call you only once in a week. Please don't feel bad. പക്ഷേ ഒന്നും ഞങ്ങൾക്ക് പ്രയാസം തോന്നുകയില്ല. Hallelujah. Pastor, don't worry about it. ഒന്നും പ്രയാസം വേണ്ട. Oh, don't worry about ഞങ്ങളെ anything. ഓർത്ത് പ്രാർത്ഥിച്ചാൽ മതി. Just pray about ഞാൻ us. പറയട്ടെ പ്രിയപ്പെട്ടവരെ, ദൈവസഭ എന്ന് പറയുന്നത് ആത്മീകയുടെ ലക്ഷണം കാണുമ്പോഴറിയാം. In a church of God, you see a spiritual man by the way he behaves. നമ്മുടെ പക്വത ദൈവസഭയിൽ ദൈവത്തിന് മുമ്പാകെ വെളിപ്പെടുത്തേണ്ടവരാണ്. We are people who must manifest our spiritual maturity before God. നമ്മൾ വളരാത്തത് കൊണ്ടാണ് ഈ പക്വതയും ഈ ആത്മീകതയും വെളിപ്പെടാത്തത്. It is because we are not growing in the inner man that this maturity is not being manifested. രക്ഷിക്കപ്പെട്ട ഉടനെ വളർന്നു എന്ന് വിചാരിക്കരുത്. Don't think as soon as you're born again, you are immediately become mature. ഹല്ലേലൂയ. Hallelujah. രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ ശിശുവാ. When you were born again, you were babies. പത്രോസ് പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്. There is a word which Peter uses. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. 1 Peter 1:23. വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കാൻ വാഞ്ചിപ്പീൻ. Desire earnestly the milk of the word of God. രക്ഷിക്കപ്പെട്ടവർ ഒരു ശിശുവാണ്. A person who is born again is a child. എനിക്ക് 50-ാമത്തെ വയസ്സിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടെങ്കിൽ ഞാൻ 50 വയസ്സുള്ള ഒരു ജഡശരീരത്തിനകത്ത് ഹല്ലേലൂയ ജനിച്ച ഒരു ശിശു മാത്രമേ I ആകുന്നുള്ളൂ. may be 50 years old when I am born again, but I must remember in a body that is 50 years old, I am a little baby that has been born again. എന്നെ ദൈവം പരിഗണിക്കുന്നത് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലായിട്ടാ ഒരു ശിശുവായിട്ടാണ്. God considers me as a baby. ദൈവം ആഗ്രഹിക്കുന്ന കാര്യം പത്രോസ് പറഞ്ഞു, അത് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ഇനി വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കാൻ വാഞ്ചിക്കണം. You must desire to earnestly to drink the milk as newborn babies. നിങ്ങള് കുഞ്ഞുങ്ങളെ വളർത്തുന്നവരാണ്, കുഞ്ഞുങ്ങളുള്ളവരാണ്. You all have little babies and children. ഞങ്ങളുടെ നാട്ടില് ഞങ്ങൾ താമസിക്കുമ്പോൾ മൃഗജീവജാലങ്ങളെ എല്ലാം വളർത്താറുണ്ട്. പശുവുണ്ട്, ആടുണ്ട്, എല്ലാം ഉണ്ട്. Where I come from, we grow dogs and cats and all that. Here. There only. There. അപ്പൊ അവിടെ പശുവും ആടും കോഴിയും എല്ലാം ഉള്ളപ്പോ ഞങ്ങള് ഈ സാധാരണ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ പലപ്പോഴും സംശയിച്ചു പോയിട്ടുണ്ട്. ഈ പശു കിടാവ് ജനിച്ചു വീണ ഉടനെ തന്നെ അത് അമ്മയുടെ അടുക്കിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്യും, ഓടിച്ചെല്ലും. I've always seen the little calf running to the mother for milk. അത് പാല് കുടിക്കാൻ വേണ്ടിയാണ് ഓടുന്നത്. It is running for milk. ഇത് എവിടുന്ന് പഠിച്ചത്? Where did it learn that trait from? ഇത്രയും നാളും ഇത് പശുവിന്റെ അകിട് കണ്ടിട്ടുണ്ടോ? It has never, this little baby does not know. സ്വപ്നം കണ്ടിട്ടുണ്ടോ? It has never dreamed that such a thing is there. ഇരുട്ടിനകത്ത് ഒരു ലായനക്കകത്ത് കിടന്ന പശുക്കിടാവ് ഒരു മനുഷ്യക്കുട്ടി ജനിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അമ്മയുടെ മുലപ്പാല് കുടിക്കാൻ ആശിച്ച് കരയുന്നത്, വായ് വിളർക്കുന്നത് ആശ്ചര്യകരമായ ഒരു സംഗതിയാണ്. It is an amazing thing how a little baby that knows nothing immediately looks where it can find milk. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നത്, ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ ഒരു കരച്ചിലുണ്ടാകണം. എനിക്ക് പാല് കുടിക്കണം, എനിക്ക് പാല് കുടിക്കണം, എനിക്ക് പാല് കുടിക്കണമെന്ന് ആശിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ ദൈവത്തിന്റെ മക്കൾ ആശിക്കണമെന്ന് ആത്മാവ് പറയുന്നു. The Holy Spirit says you must earnestly desire for the milk of the word of God. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, ദൈവവചനം വായിക്കാനുള്ള ആർത്തി, ആഗ്രഹം എത്ര പേർക്കുണ്ട്? Let me ask you honestly, how many of you have an earnest desire to meditate the word of God? Let's be honest here. ഹല്ലേലൂയ. ഒരുപാട് കാര്യങ്ങളൊന്നും നിങ്ങൾ ധ്യാനിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിലും വായിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? You may not be able to meditate on the word, but you have a desire to read. വേദോസ് എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ചില ആളുകൾ അതിന് മറുപടി പറയും. ചിലർ വായിച്ച് തീർക്കാത്തവരുണ്ട്, 10 പ്രാവശ്യം വായിച്ചവരുണ്ട്, 2 പ്രാവശ്യം വായിച്ചവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടാവും. If we ask a question, how many of you have read the Bible cover to cover? Different people give different answers. ഞാനതൊന്നും ചോദിച്ച് വിഷമിപ്പിക്കുന്നില്ല. I'm not going to ask you all those things. പക്ഷെ വേദപുസ്തകം വായിക്കാൻ ആഗ്രഹിക്കണം. ദിവസവും വായിച്ച് അത് അർത്ഥം ഗ്രഹിക്കാൻ ശ്രമിക്കണം. We must study, church. We must study the word of God every day and ask the Lord help to understand what is written there. The word of God is important. Can I hear an amen? Amen. ഹല്ലേലൂയ. വചനം വായിച്ചാൽ മാത്രമേ നമ്മൾ വളരത്തുള്ളൂ. We will grow only if you meditate the word of God. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഒരു നല്ല അധ്യാപകനാകണമെങ്കിൽ അദ്ദേഹം നന്നായി പഠിക്കണം. If you have to be a good teacher, you have to be a good student. നല്ലൊരു ലേഖനം എഴുതണമെങ്കിൽ നന്നായി വായിക്കണം.
If you have to write a good article, you must be well read. ഹല്ലേലൂയ. നന്നായി വായിക്കാത്ത ഒരാൾക്ക് പെട്ടെന്ന് ഒരൊറ്റ വാക്കിൽ മഹാത്മാഗാന്ധിയെ പോലെ, പ്ലേറ്റോയെ പോലെ, എബ്രഹാം ലിങ്കനെ പോലെ എന്നൊന്നും പറയാനൊക്കെയില്ല. If you have not read about other people, you cannot write like Abraham Lincoln, like so and so, you cannot say. അവരെ കുറിച്ച് പറയണമെങ്കിൽ അവരെ കുറിച്ച് പഠിക്കണം. If you want to talk about those people, you must study about those people. നല്ലൊരു പ്രസംഗകനാകണമെങ്കിൽ ഞാൻ നല്ലൊരു കാര്യം പറഞ്ഞു തരാം, ഒത്തിരി പ്രസംഗം കേൾക്കണം. Hallelujah. If you want to be a good preacher, you must listen to many preachers. എന്ന് പറഞ്ഞാൽ എന്താകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നോ അതിന്റെ പിന്നിൽ ഒരു പരിശ്രമമുണ്ട്. In other words, you want to be something, there is a work, a toil behind it. എനിക്ക് നല്ലൊരു പാസ്റ്റർ ആവണമെന്ന് ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു നല്ല പാസ്റ്റർ അല്ലെങ്കിൽ ഒത്തിരി പാസ്റ്റർമാരെ നിങ്ങൾ കാണണം. If you want to be a good pastor, don't just be stuck or see one pastor, see many pastors. ശബ്ദത്തിൽ പറയാൻ തുടങ്ങിയ ഉടനെ പാസ്റ്റർ ആവില്ല. Because somebody said he's a pastor, you don't become a pastor. എനിക്ക് ഈ പാസ്റ്റർക്ക് നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയാമെന്ന് ഇവിടെ ആള് പറഞ്ഞ ഉടനെ പാസ്റ്റർ ആകില്ല. Because somebody says that I can preach better than this pastor here, that doesn't make me a pastor. ഹല്ലേലൂയ. Hallelujah. പാസ്റ്റർ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ശ്രദ്ധ വേണം, ഒരുപാട് ശ്രദ്ധിക്കണം. അതിന് പിന്നിൽ പാസ്റ്റർ ആകാൻ നിർദ്ദേശിച്ച ഒരാൾ തന്ന നിർദ്ദേശം പാലിക്കണം. ഒരുപാട് പരിശ്രമം ഇല്ലാതെ ദൈവകൃപയിൽ ആശ്രയിച്ചല്ലാതെ ഈ പാസ്റ്റർ ആകാൻ പറ്റിയില്ല. If you want to become a pastor, number one, you should know who has called you to be a pastor. Two, you must always be under grace, and you should do what he tells you to do. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിരുന്നു ഇത്. One thing which I don't like. എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു ഈ സ്തോത്ര കാഴ്ചയും ദശാംശവും ആളുകളുടെ കയ്യിൽ നിന്ന് ഈ കവറൊക്കെ മേടിക്കാൻ. I was very ashamed at one point to receive this offering, tithing, everything from the people. ഭയങ്കര നാണക്കേടായിരുന്നു. It's not an easy thing. എനിക്ക് ഒത്തിരി നാളായില്ല ഇത് വാങ്ങിക്കാൻ ഒരു അറപ്പ് മാറിയിട്ട്. It is only recently I've been made humble enough to receive something from people. കാരണം എനിക്കൊരു അപമാനം തോന്നുന്ന സമയമായിരുന്നത്. It is a time, you feel ashamed to receive something from people. പക്ഷെ ദൈവം എന്നെ രൂപപ്പെടുത്തി. Hallelujah. God changed me അനാവശ്യമായിട്ടൊന്നും പറയാതെ without telling anything unnecessary. വചനം പഠിപ്പിക്കുമ്പോ When I teach the word of God, വചനം പഠിപ്പിക്കുന്നവന് to the one who teaches you the word, സകലതന്മേൽ ഓഹരി കൊടുക്കണമെന്ന് അവർ പഠിച്ചപ്പം when the people learned, you must give a part of your whatever you have to the man of God who teaches you the word. അവർ എനിക്ക് തരാൻ തുടങ്ങി. They began to give me. ഞാൻ വാങ്ങിക്കാൻ നിർബന്ധിതനായി. I was forced to take it. കർത്താവിന്റെ വേല മനസ്സോടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. And I do the work of the Lord with a good heart. ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയാം, I'm telling everybody, ഞാൻ ഈ പാസ്റ്റോറൽ ബന്ധത്തിലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. I'm not speaking for the pastor. പക്ഷെ ആരായാലും ദൈവസഭയ്ക്കകത്ത് വന്നിരിക്കുന്ന ദൈവമക്കളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഒരു സഭ നടത്തിക്കൊണ്ടു പോകേണ്ടത്. It is your responsibility in the Lord to make sure the material things of the world ഞാൻ are met. ഇവിടെ വന്നപ്പോ കണ്ടൊരു കാര്യം, ഒരു പാത്രം ഇരിക്കുന്നത് കണ്ടു. I saw a vessel sitting there. ഈ പാത്രം ഇരിക്കുന്നത് മനസ്സുള്ളവരിടുന്ന കാര്യമാണ്. This is about those who want to give. That's what we teach in the church. We don't compel people. It is right there. കൊടുക്കണമെന്ന് ഇതുവരെ ഞാൻ പറഞ്ഞു കേട്ടില്ല. I never heard the pastor telling anybody give. പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. Let me tell you something. കൈ നീട്ടാതെ ഒരു ദിവസവും ആലയത്തിൽ നിന്ന് പുറത്തു പോകരുത്. Without giving an offering to the Lord, don't leave the church. ആരും ഒന്നും പറയുന്നില്ല എന്ന് വിചാരിച്ച് വന്നു ഇറങ്ങി പോകരുത്. Don't just come, sit and go because nobody said anything. ഒരു ചെറിയതാണെങ്കിലും ഒരു നന്മ ആലയത്തിൽ വരാതെ ഈ ആലയത്തിൽ നിന്ന് പുറത്തു പോകാൻ നിങ്ങൾ ആശിക്കരുത്. Do not desire to leave the church at least without putting something there. ഒരു ദൈവവേല നടക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരുപാട് ത്യാഗമുണ്ട്. If the work of the Lord has to be done, there has to be a sacrifice. എന്തിനാ ദൈവം നമുക്ക് നന്മ തന്നത്? Why did God give us goodness? നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്ന 2 പിസ്സയുടെ കാശ് മതിയല്ലോ കർത്താവിന്റെ വേലയിൽ ഒരുപാട് പ്രയോജനപ്പെടാൻ. The value of 2 pieces of pizza is enough to do a work of the Lord. വീട്ടിൽ ഓർഡർ ചെയ്തുകൊണ്ടിരുന്ന ഭക്ഷണം മുഴുവൻ കഴിക്കാറുണ്ടോ? Do you eat all the food that you order from outside in your home? കേട്ടിട്ടുള്ളത് അമേരിക്കയിലാണ് ലോകത്തിൽ ഏറ്റവും അധികം ഭക്ഷണം വേസ്റ്റ് ആക്കുന്ന സ്ഥലം. I've heard all over, it's in the United States of America that people waste food. സ്വന്തം വീട്ടിൽ കളയുന്ന ഭക്ഷണത്തിന്റെ ഒരംശം ഉണ്ടെങ്കിൽ ദൈവരാജ്യത്തിന്റെ പണി ഏറ്റവും വിശാലമായിട്ട് നടക്കും. But if you sacrifice and give, the work of the Lord will really work. ഹല്ലേലൂയ. ഞാനിത് പറയുന്നത് എന്റെ സഭയിലേക്കുള്ള പിരിവെടുപ്പല്ല. Please don't, they know.
Please don't misunderstand me. Praise the ഞാൻ Lord. പറയുന്ന ഒരു കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. Please listen very carefully. ദൈവത്തിന്റെ വേലയെ സംബന്ധിച്ചിടത്തോളം ദൈവാത്മാവ് പറയുന്ന ഒരു പ്രത്യേക നിർദ്ദേശം നിങ്ങൾ അറിയണം. You must know a particular instruction with regard to your finance and the work of the Lord. കർത്തൃവേലയ്ക്ക് വേണ്ടി ശക്തമായി നമ്മുടെ പണവും നമ്മുടെ പോക്കറ്റും പേഴ്സും തുറക്കാൻ നമ്മൾ തയ്യാറാകണം. We must be ready to open our purse, our heart, and all that we have for the work of the Lord. നിങ്ങൾക്ക് നല്ല മനസ്സുള്ളവരാണെന്ന് എനിക്കറിയാം. I know you're all people with a good heart. ഇതിനകത്തിരിക്കുന്ന ഒരു വീട്ടിൽ വരുമാനമുള്ള ഓരോ ആൾക്കും ഒരു മിഷൻ ഉണ്ടായിരിക്കണം. Each of you who are receiving something through your salary, you have a wage, you have a mission. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാവരും നാട്ടിൽ പോയി ഒരു മിഷൻ അങ്ങ് തുടങ്ങുക, പാസ്റ്ററെ ഞാൻ അങ്ങോട്ട് കൊടുക്കുക, ഞാൻ അവിടെ വേല തുടങ്ങുക എന്നൊന്നും പറഞ്ഞിട്ട് കർത്താവിന്റെ വേലയെ നഷ്ടപ്പെടുത്തിരിക്കരുത്. Don't without losing out your local church's needs. I'm not speaking about sacrificing that. ഞാൻ പറയുന്നതിന്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ദൈവവേലയിൽ ഒരു സഭയുണ്ടെങ്കിൽ ആ സഭയുമായി ചേർന്ന് ശക്തിയായ ഒരു വേലയ്ക്ക് വേണ്ടി നിങ്ങൾ പിന്തുണ കൊടുത്താൽ മിഷന് വേണ്ടി എന്റെ വരുമാനത്തിന്റെ ഒരു നന്മ ഞാനിതാ നിക്ഷേപിക്കുന്നു പറഞ്ഞ് കവറിനകത്തിട്ട് കൊടുത്തേക്കണം. If your church has a mission work, find it out from the pastor, give an amount for that mission work. നിങ്ങളുടെ പാസ്റ്ററും സഹോദരന്മാരും വിശ്വസ്തമായിട്ട് അത് കൈകാര്യം ചെയ്യുന്നെന്ന് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി മനസ്സോടെ ഞാൻ ചെയ്യുന്നു, എന്റെ ദൈവമേ ഇതിന്റെ പുറത്ത് ദൈവം പ്രവർത്തിക്കണേ എന്ന് പറയണം. If you are sure that the money that you put in the box is being utilized for the work of the Lord, that the man of God and the leadership here are walking in 100% integrity, you should thank the Lord for that. ഹല്ലേലൂയ. Hallelujah. നമ്മള് ആരും കാണുന്നില്ലെന്നുള്ളത് കൊണ്ട് എമൗണ്ട് ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. Because nobody sees that, we don't know the amount. പക്ഷെ അതിന്റെ കാര്യമൊന്നും എനിക്ക് പറയാനായിട്ടുള്ള I won't talk about the amount. അതൊക്കെ അവരവരുടെ മാറ്റം നിക്ഷിപ്തമായ കാര്യമാണ്. And it is between you, that's what I teach also, it is between you and the Lord. കർത്താവിന്റെ നാമത്തിലാണ്. Whatever you give, it is in the name of the Lord. ആ പണം എന്ത് ചെയ്തു എന്നുള്ളതിന്റെ കാര്യം പിന്നത്തെ കാര്യമാണ്. What is being done with that money is between God and the person who received it. അത് പണം കൈകാര്യം ചെയ്യുന്ന ആളും ദൈവമായിട്ട് തീർക്കേണ്ട. Exactly, the one who handles the money and God, we decide it. എന്നാൽ ഞാൻ ഈ പണത്തിന്റെ കാര്യം എന്തിനാ പറയാമെന്ന് എനിക്കറിയത്തില്ല. ഞാനത് പ്ലാൻ ചെയ്തൊന്നും I was not planning about talking about money. I don't know why it came. ഞാൻ ഇന്ന് വരെ അങ്ങനെ എന്റെ സഭയെ ഞാൻ പറയാറുണ്ട്, പണത്തിന്റെ കാര്യം പറയാറുണ്ട്, അവർ തരാറുമുണ്ട്, അവർ ആവശ്യത്തിന് കൊണ്ടുവരാറുണ്ട്. Maybe I have not thought about finance here so far. ഞാൻ ഇന്ന് ഇവിടെ പറഞ്ഞതിന്റെ സാരം എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ മുമ്പിലാണ് കണക്ക് കൊടുക്കേണ്ടത്. Remember, in all these things, it is in front of God that we have to give an account. ഒരിക്കലും ഇവാൻ റോബർട്സ് ആണെന്ന് എന്റെ ഓർമ്മ എനിക്ക് മറന്നുപോയി. I think probably it was that great Welsh revivalist Ivan Roberts. അദ്ദേഹത്തിന്റെ ആലയത്തിൽ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ആലയത്തിലാണെന്ന് തോന്നുന്നു ഒരു മനുഷ്യൻ വന്നിങ്ങനെ താമസിക്കാറുണ്ടായിരുന്നു. A man used to come and live in his church. അദ്ദേഹത്തിന്റെ ആലയത്തിൽ വന്ന് താമസിക്കുന്ന ആ മനുഷ്യന്റെ അടുക്കൽ അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, വരുമാനമില്ലാത്തത് കൊണ്ട് ചെറിയ വരുമാനക്കാരനായ ഒരു ആളാണ് അവിടെ വന്ന് താമസിക്കുന്നത്. Somebody without much wages, very less salary was there. അന്നത്തെ സമയത്ത് അദ്ദേഹം $7 അതിൽ താഴെയുള്ള അങ്ങനെയുള്ള വരുമാനക്കാരൻ അത് ചെറിയ പൈസ മാത്രം അവിടെ ദശാംശം കൊടുത്തുകൊണ്ടിരുന്നു. He used to give a tithe even from that $7 he had. ആ കൊടുത്തോണ്ടിരുന്ന മനുഷ്യന് വീണ്ടും അത് $1 $10 അങ്ങനെ $25 മാസം തോറും താൻ ഇങ്ങനെ പാസ്റ്റർക്ക് കൊടുത്തോണ്ടിരുന്നു. His tithe began to increase month after month. വിശ്വസ്തമായിട്ട് ആ പണം താൻ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നു. He began to work with his money faithfully. ഞാൻ ഈ ടൈത്തിന്റെ ഉപദേശം പഠിപ്പിക്കുന്ന ആളല്ല. I don't teach tithing. ടൈത്ത് എന്ന് പറയുന്നത് പുതിയ നിയമത്തിന്റെ ഭാഷയല്ല. It is not in the new covenant. അത് പഴയ നിയമത്തിന്റെ ഭാഷയാണ്. It is the old covenant. ഇത് പണപരമായ കാര്യങ്ങൾ പറഞ്ഞാൽ ഷെയർ ആണ് പുതിയ നിയമത്തിന്റെ ഭാഗം. In the new covenant, in the book of Galatians, Paul talks about a share which is more than a tithe. സകലത്തിലും ഓഹരി കൊടുക്കണമെന്നാണ്. In everything that you get, every blessing, you must give a share. ഞാൻ ആ ഭാഗത്തേക്ക് മടങ്ങി വരാതെ വീണ്ടും വരികയാണ്. അതെ, ഇങ്ങനെ ഈ മനുഷ്യൻ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? അവൻ തന്റെ ഓഹരി കൊടുത്തുകൊണ്ടേയിരുന്നു. He started giving his share. ഒടുവിൽ താൻ ചെയ്ത ഒരു കാര്യമുണ്ട്. ഓർക്കാപ്പുറത്ത് തന്റെ ബിസിനസ് അങ്ങ് വർദ്ധിച്ചു. Without thinking, his business began to prosper. ബിസിനസ് ഒരുപാട് വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ചെറിയ ഓഫീസ് ഇട്ടു. When his business began to prosper, he put a small office. അവിടുന്ന് തനിക്ക് കമ്പ്യൂട്ടറൈസ് ചെയ്ത ഓഫീസിനകത്തുനിന്ന് തന്റെ ബിസിനസ് പിന്നെയും വളർന്നുകൊണ്ടിരുന്നു. Again, from a computerized office, his business began to grow. താൻ അങ്ങനെ ബിസിനസ് ചെയ്തപ്പോൾ അതിന്റെ വരുമാനങ്ങളെല്ലാം അതുപോലെ തന്നെ സുതാര്യമായി താൻ ചെയ്തുകൊണ്ടിരുന്നു. Even when he was growing to such position, he began to give his money. ചില നാളുകൾക്ക് ശേഷം ഓർക്കാപ്പുറത്ത് ഒരു വലിയ എമൗണ്ട് തന്റെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞു. After some time, a big amount came into his account. ആ സമയത്ത് അദ്ദേഹത്തിന് ചെക്ക് എടുത്തു, ദശാംശത്തിന് ചെക്ക് എഴുതി കൊടുക്കാൻ. He took a check to write the amount. കൈ വിറയ്ക്കുന്നു. His hand was shivering. ആ ചെക്ക് എഴുതാൻ പറ്റുന്നില്ല. He cannot write the check. ഇത്രയും തുക കൊടുത്തിട്ട് എന്താ കാര്യം? What is the point in giving so much of money? ഇതൊരു വലിയ എമൗണ്ട് ഉണ്ട്. This is a big amount. ഇതെങ്ങനെ ഞാൻ കൊടുക്കും?
How can I give this? സാത്താൻ തന്റെ ഹൃദയത്തോട് വാദിക്കാൻ തുടങ്ങി. The devil began to fight with his ഉടനെ heart. തന്നെ പാസ്റ്റർ അടുക്കെ ചെന്നു. പാസ്റ്ററെ, So he went to the pastor. എനിക്ക് ഇങ്ങനെ ഒരു ചെക്ക് എഴുതാനായിട്ടുള്ള എനിക്ക് പണമുണ്ട്. Pastor, I have so many millions of dollars to give us a check. പക്ഷേ എനിക്ക് അത് എഴുതാനുള്ള മനസ്സ് വരുന്നില്ല. I don't have a heart to write. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. Please pray for me. ഓക്കെ, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. I'll pray. ഇരിക്കാൻ പറഞ്ഞു. He said, sit down. മുട്ടുകുത്തി. He knelt down. മോനെ, നിനക്ക് എത്ര പണം വരെ തരാനായിട്ട് മനസ്സ് വന്നിരുന്നു എഴുതാൻ? He said, son, how much of money would you like to give in your heart? നിനക്ക് എന്ന് എത്ര തുക വരെ എഴുതുമ്പോൾ നിനക്ക് കൈ വിറയ്ക്കാതിരുന്നു? Till what limit could you give freely? നിനക്ക് ചെറിയ തുക ഉണ്ടായിരുന്നപ്പോൾ നീ തന്നത് എനിക്ക് ഓർമ്മയുണ്ട്. I remember when you had little amount you gave me. അതുപോലെ തന്നെ തരക്കേടില്ലാത്ത തുകയും ആലയത്തിൽ കൊടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. I remember you giving a not so small amount to the church. ഇത്രയും വലിയ തുക വന്നപ്പോൾ നിന്റെ കൈ വിറയ്ക്കുന്നുണ്ടല്ലേ? But when such a big amount came, your hand is shivering. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. I'm going to pray for you. എന്താ പ്രാർത്ഥിക്കാൻ പോകുന്ന What am I അറിയാമോ? going to pray? ദൈവമേ, ഇവനെ പഴയ അവസ്ഥയിലേക്ക് മടക്കി കൊണ്ടുവരണമേ. Lord, take him back to his old situation. ഇവനെ പഴയ അവസ്ഥയിലേക്ക് മടക്കി കൊണ്ടുവരണമേ. Lord, bring him back to the old ഓ situation. പാസ്റ്ററെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട. Oh, pastor, don't pray for എനിക്ക് me. വേണ്ടി പ്രാർത്ഥിക്കണ്ട. Don't pray for me. ഞാൻ ചെക്ക് എഴുതിയേക്കാം. I will write the check. ഹല്ലേലൂയ. Hallelujah. ഞാൻ ഈ പണത്തിന്റെ കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായോ? Do you understand what I'm saying? ഒത്തിരി പ്രാർത്ഥിക്കും ഒരു ജോലിക്ക് വേണ്ടി. People pray for a job a lot. ഒരുപാട് പ്രാർത്ഥിക്കും ഒരു വീടിന് വേണ്ടി. They pray a lot for a house. കർത്താവേ, ഒരു വണ്ടി വേണം എന്ന് പറയും. Lord, I need a vehicle. കർത്താവേ, മോന് യാത്ര ഒരു വണ്ടി വേണം എന്ന് പറയും. Lord, I need a vehicle like that for my son. ഭാര്യയ്ക്ക് യാത്ര ഒരു വണ്ടി വേണം എന്ന് I പറയും. need one for my wife. ഇതെല്ലാം പറഞ്ഞ് കർത്താവോട് വാങ്ങിക്കും. We ask all this to the Lord and He gives it. ഒരാൾക്ക് പോലും റൈഡ് കൊടുക്കുകയില്ല. But they won't give. They won't give right even to one person. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. നല്ലൊരു വീടിന് വേണ്ടി പ്രാർത്ഥിച്ചു. Pray for a good house. ആ വീടിനകത്ത് ഒരു ദിവസം പോലും ഒരു ഫെലോഷിപ്പിന് സമ്മതിക്കുകയില്ല. Not even one fellowship in that house. ഒത്തിരി പണം കൈ കൊടുത്തു. A lot of money has been given. ദൈവരാജ്യത്തിന് ഒരു പ്രയോജനമില്ല. No good for the church. ആമേൻ. Amen. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ദൈവമക്കളെ, കർത്താവ് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ഓരോ നന്മകളും എണ്ണി എണ്ണി കണക്ക് കൊടുക്കണം. Every goodness, blessing the Lord has given, we must be, let me repeat it, we must be accountable to God. ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങളുടെ കണക്കിൽപ്പെട്ട കാര്യങ്ങളാ. All the things I'm saying is in you. നമ്മൾ അറിയാതെ ഒരാൾ വീട്ടിൽ വന്നിരിക്കട്ടെ. Supposing somebody comes in your വീട്ടിൽ വന്നു house. കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മൾ ഉള്ള കഴിക്കാനായിട്ടുള്ള ഭക്ഷണത്തിൽ നിന്ന് ഒരു ഭാഗം എടുത്താ കൊടുക്കുന്നത്. We may take something what we have already prepared for us and we may give it to them. അതേസമയം പറഞ്ഞു വന്നാൽ എല്ലാവർക്കും വേണ്ടിയുള്ള വാങ്ങും. But if somebody comes by announcing they are coming, we may buy from outside and give. നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതാണ് ഔദാര്യ ദാനം എന്ന് പറയുന്നത്. What we give from our own food is known as what kind of offering is it? Sumedha. In English on the okay, it's your offering which comes from your own what you have. അതെ, നമ്മുടെ Free will offering. നമ്മുടെ അകത്തുള്ള കാര്യം, നമ്മുടെ വീട്ടിലുള്ള കാര്യം നമ്മൾ ഔദാര്യമായി കൊടുക്കുന്നതാണ്. We are giving it as a free will offering. What is inside us, ours. അതേസമയം നമ്മുടെ കയ്യിലുള്ള ഭക്ഷണം നമ്മൾ കൃത്യമായി ദശാംശമോ കണക്കോ മാറ്റി വെച്ച് കൊടുക്കുന്നത് അത് ദൈവത്തിന്റെ അക്കൗണ്ടിൽപ്പെട്ട കാര്യമാണ്. Amen. Amen. The tithe, that this is very important. The tithe that you give is already in the account of God. It is something that must be given. ആ ദൈവദാസ ആ മകനോട് ഇങ്ങനെയാ പറഞ്ഞത്. So that man of God told this person, മോനെ, ആ പണമൊന്നും നിന്റേതല്ല. son, that money is not yours. അത് ദൈവത്തിന്റേതാ. It is God's. ദൈവത്തിന്റെ വേലക്കുള്ളതാ. It is for the work of the Lord. നീ ആരെ തൊടണ്ട. Don't touch. ആരെ തൊടാതെ നീ ഒരു കാര്യം ചെയ്യ, വേറെന്തേലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിന്റെ ഭക്ഷണത്തിൽ നിന്ന് എടുത്തു കൊടുത്തോളാം. Amen. Without touching what is due to the man of God or to God, anything else you want to do, you take it from the rest of the 90%. പല ആളുകൾക്ക് അബദ്ധം പറ്റും. Many people make a mistake. ഞാൻ കോട്ടയത്തെ മിഷന് കൊടുക്കുന്നുണ്ട്, ഒറീസയിലെ മിഷന് കൊടുക്കുന്നുണ്ട്, ഛത്തീസ്ഗഡിൽ കൊടുക്കുന്നുണ്ട്, പിന്നെ കാശ്മീരിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് സഭയെ തരാനൊന്നും ഇല്ലെന്ന് പറയും. Lot of people, I don't know about this church, I have not looked, but lot of people have this attitude. I give to that mission in Orissa, I give to that mission in Africa, I give to this mission there, but I have nothing to give to the church. ഹല്ലേലൂയ. Hallelujah. എന്നാൽ നിങ്ങളുടെ നന്മകൾ മുഴുവനും ആലയത്തിലെത്താനുള്ളത് ആലയത്തിലെത്തണം, പുറത്തു പോകേണ്ടത് പുറത്തു പോകണം. What must be given to your local church must go to your local church. That is very true. വളർച്ചയിൽ ഓരോ ലക്ഷണങ്ങളുണ്ട്. There are different signs in your growth. ഇത് പറഞ്ഞ സമയം മുന്നോട്ട് പോയിരിക്കുക. Time is already 12:30. ഞാൻ ഇപ്പോഴും നിർത്താൻ പോവാ. I'm going to stop right now. എനിക്ക് ദൈവം അനുവദിച്ച ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഇനി സമയമുണ്ട് തരാൻ. I still have time with you tonight, and maybe some of the days I'll let you know. You'll be with us. ജനിച്ച ഒരാളിന്റെ പ്രത്യേകത പാല് കുടിക്കണം. Let's come back to this. A person who is immediately born again, he has a desire to
drink milk. പാല് കുടിക്കുന്ന ഒരു കുട്ടി ഇപ്പൊ നമ്മുടെ ചർച്ചയിലെ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. There are little small little babies who drink milk. എല്ലാവരും മുലപ്പാൽ കുടിക്കാറില്ല. Not everybody. എല്ലാവരും മുലപ്പാൽ കുടിക്കുന്നതിന് പകരം നമ്മുടെ കുപ്പിക്കകത്ത് എന്ത് ചെയ്യുന്നു? Most of them are fed from the bottle. ശരി. അപ്പൊ ചിലപ്പോൾ ചില കുഞ്ഞുങ്ങളെ പിന്നെ ആലയത്തിൽ വരുമ്പോഴും വീട്ടിൽ വെക്കുമ്പോഴും അവർ ചെറിയ നിപ്പിൾ കുപ്പി ഇങ്ങനെ കൈ കൊടുത്തിരിക്കും. Most of the little children have this particular kind of feeding bottles. അത് കാണുമ്പോൾ നമുക്കറിയാം ഒരു കൊച്ചു കുഞ്ഞാണ്, പാല് കുടിക്കുന്ന കുഞ്ഞാണ്. The minute we see that it says little little baby. അത് ചിലപ്പോൾ 2 വയസ്സ് 3 വയസ്സ് വരെയൊക്കെ ചിലപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കും. It may go on till 2-3 years old. Hallelujah. ഹല്ലേലൂയ. ശിശു ഒരു Baby. 5, 6, 7 വയസ്സാകുമ്പോഴും ഇത് വേണമെന്ന് പറഞ്ഞ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. Stotra. Amen. Even at the age of 5, 6, 7, when people still desire it, there is something abnormal there. ഹല്ലേലൂയ. Hallelujah. ഞാൻ ഒരു ദിവസം ഒരു അമ്മ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ എന്റെ മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. A mother once asked me, Pastor, can you pray for my son? തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കാം. He said, I will pray. ഞാൻ അമ്മയുടെ കൂടെ നടന്നു, I walked with the mother. വീട്ടിൽ ചെന്നു. I went to their home. മോൻ അകത്താന്ന് പറഞ്ഞു. The son is inside. ഞാൻ അകത്തി ചെന്നു. So I went inside. അമ്മ പറഞ്ഞു ഇതാ മോനെന്ന് പറഞ്ഞു. The mother said, this is my son. ഞാൻ ഞെട്ടിപ്പോയി. I was amazed. 22 വയസ്സുണ്ട്. He's 22 years old. കട്ടിലേ കിടക്കുക. He's lying on the bed. രോഗിയാണ്. He's a patient. തല വളർന്ന ഒരു രോഗിയാണ്. തല വളരുന്ന. Oh, he has this problem. His head is swelling by itself. വെറുതെ ഒരു കൊച്ചു കുഞ്ഞ് കിടക്കുന്ന പോലെ നിപ്പിളുപ്പി പിടിച്ചോണ്ടിരിക്കുക. He's still feeding from a bottle. ഹല്ലേലൂയ. Hallelujah. അമ്മയുടെ ദുഃഖം നിങ്ങൾക്ക് മനസ്സിലായോ? Do you know the pain of that mother? നമ്മൾ സാധാരണ ചൊല്ലുണ്ട് 8ാം മാസത്തിൽ 8 അടി നടക്കും. There is a saying like this: in the 8th month, the children should walk 8 steps. 8 മാസം കഴിഞ്ഞു, 1 വയസ്സ് കഴിഞ്ഞു, 1.5 വയസ്സ് കഴിഞ്ഞിട്ടും ഒരു സ്റ്റെപ്പ് വെച്ചില്ലെങ്കിൽ അമ്മ പറയും പാസ്റ്റർ എന്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം. Normally, if children do not start walking at least at the age of 1.5, the parents will start worrying. Pastor, pray for my son. ഹല്ലേലൂയ. പാല് കൊടുക്കാൻ നേരത്ത് കൊച്ചിന് പാല് കൊടുക്കുമ്പോൾ പറയും മോനെ ഡാഡിയുടെ അത്രയും നീളം വരും ഇത് കുടിക്കാൻ പറയും. When the mother give to the children, say, you must become as tall as daddy. Drink this. എല്ലാ മനുഷ്യന്റെ ആഗ്രഹം നമ്മുടെ കുഞ്ഞ് വളരണമെന്നാ. Every man desires their child to grow. എന്റെ യേശു ആഗ്രഹിക്കുന്ന ഒരു കാര്യം. Jesus Hallelujah. desires the same. എന്നും ഇങ്ങനെ കുപ്പി പിടിച്ച് കാലും കൈയും ഇട്ട് അടിച്ച് ചിരിച്ചു കിടക്കുന്ന ഒരു കുഞ്ഞിനെ അല്ല യേശുവിന് വേണ്ടത്. Jesus is not looking for babies, Hallelujah. spiritual babies. യേശുവിന് വേണ്ടത് വളരുന്ന ഒരാളിനെയാ. Jesus is interested in our growth. എന്നും രക്ഷ പറയാൻ സമയമില്ല. രക്ഷയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരം. We cannot always teach about the salvation. ആത്മിക വളർച്ച ഉണ്ടാകണം. There should be spiritual growth. ജീവിത വിശുദ്ധി ഉണ്ടാകണം. There should be holiness of life. പ്രമാണത്തിൽ വളരാൻ We ശ്രമിക്കണം. should grow in the commandments of the Lord. സ്നേഹത്തിൽ വളരാൻ We should ശ്രമിക്കണം. grow in love. പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങണം. We should be able to love one another. മറ്റുള്ളവരെ പഠിപ്പിക്കാൻ We should be തുടങ്ങണം. able to teach other people. പരിശീലനത്തിൽ നിന്ന് ദിവസം തോറും വളരുന്ന ഒരു ദൈവ പൈതലാകണമെന്ന് എന്റെ ദൈവം My ആഗ്രഹിക്കുന്നു. God desires each of us grow every day in the word. അതാണ് ക്രിസ്തു എന്ന തലയോളം വളർച്ച. That is what it means by growing into ആ the fullness of God. ക്രിസ്തു എന്ന തലയോളം വളരാനുള്ള ഒരു ആഗ്രഹം ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. Today, church, may you have a desire to grow in the inner man, in the Lord, in the word. എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങൾ കഴിക്കുന്ന ഒരു ഭക്ഷണം കഴിക്കുന്ന പോലെ ദൈവവചനവും ദൈവിക മർമ്മങ്ങളും ഗ്രഹിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കണം. You must desire more than the food that you eat. You must desire for the mysteries of the word of God. ഞാൻ എന്റെ വാക്ക് ഇവിടെ നിർത്തുകയാണ്. I'm going to stop now. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, Precious people, യേശു ഇന്ന് നമ്മുടെ നടുവിലുണ്ട്. Jesus is in our midst. നമ്മൾ എന്നും 5 വർഷവും 10 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും അവിടെ പോകാവോ ഇവിടെ പോകാവോ അയ്യോ അങ്ങനെ പറയാമോ എന്ന് ചോദിക്കുന്ന ആളുകളാകരുത്. Even after 5-10 years, do not be like people. Can I go there? Can I be here? Don't be immature people like that. പകരം കർത്താവ് എനിക്ക് അറിവ് തന്നിട്ടുണ്ട്. The Lord has put his wisdom in me. കർത്താവ് ഒരു അഭിഷേകം എന്നെ നൽകിയിട്ടുണ്ട്. He has given me an anointing. ഞാൻ ഇതുപോലെ ഇരുന്നാ പോരാ. This is not the way I should be. ഞാനൊരു അഭിഷിക്തനായി വളരേണ്ടതാണ്. I have to grow as an anointed man. ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ I am പ്രാപ്തനാകേണ്ടതാണ്. going to teach other people. അതുകൊണ്ട് കർത്താവേ പ്രായം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാകേണ്ട സമയം കഴിഞ്ഞു. Oh, according to my age, I should be teaching other people now. ഇപ്പോഴും പാലത്തിൽ നിങ്ങൾക്ക് വേണ്ടുന്നെന്ന് കർത്താവിന്റെ ദാസൻ പറയുകയാണ്. Even now, Peter is telling you are still looking for milk. പാലത്തിൽ നിങ്ങൾക്ക് വേണ്ടുന്നത്. You still need milk. കർത്താവിന്റെ മുമ്പാകെ ഇന്ന് പറയണം, കർത്താവ് എനിക്ക് വളർച്ച വേണം. Tell the Lord, I need to grow. എന്റെ അകത്തെ മനുഷ്യൻ ഇതുവരെ വളർന്നിട്ടില്ല. Let my inner man grow. എന്റെ അകത്തെ മനുഷ്യൻ പ്രാണവായു ശ്വസിക്കാൻ കഷ്ടപ്പെടുകയാണ്. Oh, the inner man is struggling for oxygen. കർത്താവേ ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു. Lord, here I submit myself. എന്റെ പുറമേയുള്ള മനുഷ്യനെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇനി മുതൽ ഞാൻ അകത്തെ മനുഷ്യനെ More than the external man, I'm going to give importance to the internal man. അതിനുവേണ്ടി ഞാൻ ജീവിതത്തെ സമർപ്പിക്കുന്നു പറഞ്ഞാട്ട്. Say, I give my life to you. ഹല്ലേലൂയ. Hallelujah. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. May the Lord help us. Amen. Praise the Lord.